Hello dear students, welcome to the new chapter conic section. ചർച്ച ചെയ്യാൻ പോകുന്നത് കോണിക് സെക്ഷൻ ആണ്. നോക്കാം, ഒരു ലൈൻ വെരി യെല്ലോ. ഓക്കെ, ഇതില് ഇവിടെ വേറൊരു ലൈൻ വരയ്ക്കണം. അതിന് എമ്മും പേര് കൊടുക്കും. ഇതൊരു ലൈന്, ഇവിടെ ഈ ലൈന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഇതിന്റെ പേര് എമ്മു ആണ്. എന്നിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ അല്ലേ, അത് നമ്മള് ഇങ്ങനെ ഇങ്ങനെ കറക്കണം. അത് ഇതേവരെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കറക്കുമ്പോ ഈ ലൈനും ഈ ലൈനും ഇവിടെ കൂട്ടിമുട്ടും. ഇത് രണ്ട് സ്റ്റിക്കുകളാണ് കരുതുക, അല്ലെങ്കിൽ രണ്ട് കമ്പികളാണ് കരുതുക. ഈ രണ്ടിന്റെയും ഇടയിൽ ഒരു ആംഗിൾ, പ്രത്യേക ആംഗിൾ ഉണ്ട്. ഇതിങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിക്സ് ചെയ്ത് വെച്ച് കാണും. അതിന്റെ ഇടയ്ക്ക് ആംഗിൾ മാറില്ല. ഈ ആംഗിൾ എപ്പോഴും സെയിം ആയിരിക്കും, മാറിക്കൊണ്ടിരിക്കില്ല. എന്നിട്ട് ഈ കാണുന്ന ഈ ലൈന് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ തിരിക്കണം. തിരിക്കുമ്പോ ഇത് ഇങ്ങോട്ട് വരും, അപ്പൊ ഇത് അങ്ങോട്ട് പോകും അല്ലെ. ഇത് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ, ഇത് ഇങ്ങോട്ട് വരുമ്പോ എന്താവും, ഈ ഭാഗം അങ്ങോട്ടും പോകും, ശരിയല്ലേ. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോ എന്താവും, ഇതിങ്ങനെ, ഇതിന് ജനറേറ്റർ എന്ന് പറയും, ഇതിന് ആക്സിസ് എന്ന് പറയും. ഒരു ലൈന് അത് നമ്മൾ പിടിച്ചിട്ട്, ഒരു സ്റ്റിക്ക് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തിരിക്കണം. ഇത് വേറെ സ്റ്റിക്കാണ്. ഈ രണ്ട് സ്റ്റിക്കിന്റെ ഇടയിൽ പ്രത്യേക ആംഗിൾ ഉണ്ട്. ഇതിന്റെ ഇടയിൽ തമ്മിൽ ഇടയ്ക്കുള്ള ആംഗിൾ കൂടും കുറയുന്നില്ല, അത് ഫിക്സ്ഡ് ആണ്. ഒരു 30 ഡിഗ്രി കരുതിക്കോ. അപ്പൊ അത് ഇങ്ങോട്ട് വരുമ്പോ എന്താവും, അപ്പൊ 30 ഡിഗ്രി ഇങ്ങോട്ടോ, ഇത് ഇങ്ങോട്ട് വരുമ്പോ അത് 30 അല്ലേ, ഈ ആംഗിൾ മാറും. ഓക്കെ, നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാം, ആൽഫ എന്ന് പേര്. എന്നിട്ട് ഈ ആക്സസ് വെച്ചിട്ട്, ആക്സസ് ഇത് ജനറേറ്റ്, ഇതാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തിരിക്കണം, ഇതുപോലെ ഇങ്ങനെ തിരിക്കണം. ഓക്കെ, അപ്പൊ തിരിക്കുമ്പോ എന്താവുന്നു, ഇത് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് എത്തുമ്പോ ഇങ്ങനെ വരും അല്ലെ. പിന്നെ അത് അങ്ങോട്ട് തന്നെ പോകും, അങ്ങനെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ചില സമയത്ത് അത് ഇങ്ങോട്ട് വരും അല്ലെ. അപ്പൊ ഈ ആംഗിൾ ഇങ്ങോട്ട് വരും, അപ്പൊ അനുസരിച്ച് ഇത് മാറും. അതന്നെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്ന് 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 ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു രൂപം അങ്ങനെ കിട്ടും, ശരിയല്ലേ. ആ ആക്സിസ് ഇങ്ങനെ കറക്കുമ്പോ ആ ജനറേറ്റർ, ഈ റെഡിൽ കാണുന്ന എം എന്നുള്ള ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു ഷേപ്പ് നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലെ. ഇതാ, ഇതിനെയാണ് നമ്മൾ കോണ് എന്ന് പറയും അല്ലെ. ഇതല്ലേ കോണ്, വൃത്തസ്തൂപി. ആ കോണിന്റെ സെക്ഷനെയാണ് നമ്മൾ കോണിക് സെക്ഷൻ. ഓക്കെ, സെക്ഷൻ ഓഫ് എ കോൺ, ഒരു കോണിന്റെ സെക്ഷൻ ആണ്. ഒരു കോണിനെ എങ്ങനെയൊക്കെ സെക്ഷൻ ആക്കാം, ഏതൊക്കെ തരത്തിൽ, അതിന്റെ പേരുകൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, ഇതാ ഇത് എൽ എന്നുള്ള ലൈന്, ഇത് ആക്സിസ് ആണ്. ഇവിടെ എം എന്നുള്ള ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഇത് ജനറേറ്റർ ആണ്. ഈ ലൈൻ എൽ എന്ന ലൈൻ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തിരിക്കുമ്പോ ഈ ജനറേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി 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 ഈ ഒരു സാധനം ഇങ്ങനെ ഫോം ചെയ്ത് വരും. ഓക്കെ, ഇതിന്റെ പേര് എല്ല്, ഇത് എം. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആക്സിസും ഈ ജനറേറ്റർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ആൽഫ എന്ന്. ഈ പോയിന്റ് വെർട്ടെക്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് വെർട്ടെക്സ്. ഇനി ഈ കോണിലേക്ക് നോക്കുക, അവിടെ കോണും ഇവിടെ കോണുണ്ട്. അതിന് നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ പല രീതിയിൽ നമ്മൾ കട്ട് ചെയ്യാം. അതിന്റെ ആംഗിൾസ് മാറുന്നതനുസരിച്ച് അതിന്റെ ആ കട്ട് ചെയ്യപ്പെടുന്നതിന്റെ ഷേപ്പുകൾ ഇങ്ങനെ മാറും. ഇനി ഇത് ഒരു വുഡാണ്, വുഡ് കൊണ്ടുള്ള, മരം കൊണ്ടുള്ളതാണ്. ഇതൊരു മരം കൊണ്ടുണ്ടാക്കിയ രണ്ട് കോണുകളാണ്, ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന സാധനം. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലെയിന് കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാം. പ്ലെയിൻ ഇത് മരത്തിന്റെ ആണ് കരുതിക്കോളൂ. ഇവിടെയും ഒരു കോണ് വൃത്തസ്തൂപിക മരുതാ, ഇത് വൃത്തസ്തൂപിക മരം കൊണ്ടുള്ള കേൾവ്. ഓക്കെ, ഇനി ഇതിനെ നമ്മള് ഒരു പ്ലെയിന് കൊണ്ട് അങ്ങനെ കട്ട് ചെയ്യണം. പല രീതിയിലും കട്ട് ചെയ്യാം. അപ്പൊ ഓരോ സെക്ഷൻ കിട്ടും. അതാണ് കോണിന്റെ സെക്ഷൻ, കോണിക് സെക്ഷൻ. നമ്മള് എടുക്കുന്ന പ്ലെയിന് ഇതാണ് നമ്മളെ ആക്സിസ്. ആ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പ്രത്യേകതക്കനുസരിച്ച് അതിന്റെ പേരുകൾ മാറും, അതിന്റെ ഷേപ്പുകളൊക്കെ തന്നെ മാറും. ഇനി ഒരു പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പലക അല്ലെങ്കിൽ ഒരു കത്തി വിചാരിച്ചാൽ മതി. ഒരു കത്തി കൊണ്ട്, ഇപ്പൊ മരം കൊണ്ടുള്ളതാണല്ലോ അല്ലെ, ഒരു കത്തി കൊണ്ട് നമ്മൾ ഇത് മുറിക്കാം. നമുക്ക് ഇങ്ങനെ മുറിക്കാം, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മുറിക്കണം. നമ്മൾ മുറിക്കുന്നത് നമ്മൾ കൊണ്ടുവെക്കുന്ന ആ കത്തി അല്ലെങ്കിൽ ആ പ്ലെയിൻ എന്താണ്, ചട്ടക്കടലാസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചാർട്ടോ ഒരു സാധനം കൊണ്ട് മുറിക്കണം. ഓക്കെ, അങ്ങനെ മുറിക്കുമ്പോ
ഇത് നമ്മുടെ L എന്ന ലൈൻ അല്ലെ, ഇത് M എന്ന ജനറേറ്റർ, ആക്സിസ് ജനറേറ്റർ. ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണ്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലെയിന് വരികയാണ്. ഒരു പ്ലെയിനോട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു കത്തിയാണ് കരുതിയാൽ മതി, വളരെ ഈസി ആയിട്ട് മനസ്സിലായി. ഒരു കത്തി കൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ ഇവിടെ എത്ര ഡിഗ്രിയിലാവുമ്പോ കറക്റ്റ് ഇങ്ങനെ വെക്കുക, 90 ഡിഗ്രിയിലാവുമ്പോ ആക്സിസ് ഇത് നമ്മളെ ആക്സിസ് ആണ്, ഇത് നമ്മളെ പ്ലെയിൻ ആണ്. ആ പ്ലെയിനും ആക്സിസ് തമ്മിൽ 90 ഡിഗ്രി ഉണ്ടാക്കുക. അതായത് പല രീതിയിൽ കട്ട് ചെയ്യാം. ഇവിടെ ഇതിന്റെ ആംഗിൾ ബീറ്റ ആണ് കരുതി കേട്ടോ, അത് ബീറ്റ ആണ് കരുതിക്കോ. ഈ ആംഗിൾ ബീറ്റ ആണ്, അതിപ്പോ 90 ഡിഗ്രിയാണ്. ബീറ്റ ഈക്വൽ ടു ഇപ്പോ 90 ഡിഗ്രിയാണ്. അത് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാം. ഇപ്പോ നമ്മൾ ഇതിനെ കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കണം. ഇതിപ്പോ തിരിച്ചു വരച്ചാ ഇത് മാത്രം വരച്ചു, ഇത് വേണ്ട തൽക്കാലം. ഇതിനെ നമ്മള് ഇങ്ങനെ മുറിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിസ്. ഇങ്ങനെ മുറിക്കുക മീൻസ് ഇവിടെ എത്ര ഡിഗ്രി 90 ഡിഗ്രി. ഈ ബീറ്റ 90 ഡിഗ്രിയിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആലോചിച്ചോക്കാം. 90 ഡിഗ്രി ഇതിനെങ്ങനെ മുറിക്കുകയാണെങ്കിൽ നമ്മൾ കിട്ടുന്ന ഓരോ കഷ്ണങ്ങളും ഏത് ഷേപ്പിലേക്കാണ്, കറക്റ്റ് സർക്കിളിന്റെ ഷേപ്പ് ആവും അല്ലെ. അപ്പോ ഈ വരുന്ന പ്ലെയിന് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ. ഇത് ഏതാണ്? ആൽഫ. ഏതാണ്? ആക്സിസും ജനറേറ്ററും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ. ഇത് ഫിക്സ് ആണ് മാറുന്നത്. ഈ പ്ലെയിൻ നമുക്ക് മാറ്റാം. നമുക്ക് കത്തി ഇങ്ങനെ വെക്കാം, ഇങ്ങനെ ചെരിക്കാം, ഇങ്ങനെ നല്ലോണം ചെരിക്കാം, ഒക്കെ ചെരിക്കട്ടോ. ആ വെക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആക്സിസുമായിട്ട് ബീറ്റ എന്നുള്ള ആംഗിൾ ഉണ്ടാക്കുന്ന ഇത് 90 ഡിഗ്രി ആണ് എങ്കിൽ നമ്മൾക്ക് കറക്റ്റ് സർക്കിൾ ആണ് കിട്ടുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് ബീറ്റ 90 ആണെങ്കിൽ സർക്കിൾ കിട്ടും. ഇതാണ് ഒരു സെക്ഷൻ, കോണിന്റെ ഒരു സെക്ഷൻ. കോണിംഗ് സെക്ഷനിൽ ഒന്ന് സർക്കിൾ ആണ്. ഓക്കെ, ഇവിടെ ആൽഫ. ഇനി വെക്കുന്ന കത്തി 90 ഡിഗ്രി ആണ് അല്ലേ. ഇവിടെ 90, ഇവിടെ ഇത് 90. നമ്മൾ ഇങ്ങനെ വെക്കുക, അങ്ങനെ മുറിക്കുമ്പോ ഇവിടെ 90 ഡിഗ്രി. ആക്സിസും പിന്നെ ഏതാണ് ഈ പ്ലെയിനും തമ്മിൽ ഉണ്ടാക്കുന്ന 90 ഡിഗ്രി. ഇവിടെ 90 ആണെങ്കിൽ ഇതൊക്കെ 90, ഇത് ഫുള്ള് 90 ആയിട്ടില്ല. ആ 90 ഡിഗ്രി കുറയാണെങ്കിൽ ആ കത്തി ഇങ്ങനെ വെച്ചു, അപ്പോഴല്ലേ ആക്സിസും ആ കത്തിയും തമ്മിൽ 90 കുറയാം. അത് 90 കുറയുമ്പോ എന്താ സംഭവിക്കുക വെച്ചാല് 90 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ എങ്ങുണ്ടോ കറക്റ്റ് മുകളിലത്തെ പീസുകൾ, മുകളിലത്തെ വെട്ടി വരുന്നൊക്കെ സർക്കിൾസ് ആയിരിക്കും. അതൊന്നിങ്ങനെ കുറച്ച് കത്തിച്ചെരിച്ച് വെച്ചാൽ സംഭവിച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടാം. നമുക്ക് ഇങ്ങനെ കുറെ കഷ്ടങ്ങൾ ഈ സാധനത്തിന് ഇങ്ങനെ ചെത്തിയത്, ഇങ്ങനെ ചെത്തിയത് സംഭവിക്കും. ഇങ്ങനെ ചെത്തിയത്, അങ്ങനെ ചെത്തിയാൽ എന്താ കിട്ടുക? ഇത് മുറിച്ച് മാറ്റിയാൽ നമുക്ക് ഇതും ഒറ്റ ചെത്തി ചെരിച്ച് ചെത്തിന് കിട്ടും. ലെസ് ദാൻ 90 ചെത്തിയാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു പീസ് മറ്റേ പീസ് അപ്പുറത്തേക്ക് അല്ലെ. കത്തിയോട് ചെത്തുമ്പോ ഒന്ന് മുകളിലൊന്ന് താഴേക്കല് വരാം. ഓക്കെ, അപ്പൊ ആ താഴത്തും മുകളിലത്തും ഇവിടുന്ന് ഇവിടം വരെയാണ്, പക്ഷെ അത് ചെരിഞ്ഞിട്ടാ നിൽക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് സർക്കിൾ ഷേപ്പിൽ കിട്ടൂല. പിന്നെ നമുക്ക് ഈ ഷേപ്പിലേക്ക് ഓവൽ ഷേപ്പിൽ ഇങ്ങനെ, ഓവൽ ഷേപ്പിൽ നേരെ ചെത്തിയാലല്ലേ കറക്റ്റ് സർക്കിൾ വരിക. ഒന്ന് ചെരിച്ച് ചെത്തിയാൽ എത്രമാത്രം ചെരിക്കാൻ പറ്റും, എത്ര വരെ പോകാൻ പറ്റും എന്ന് പറയാം. ചെരിച്ച് ചെത്തിയാൽ നമുക്ക് സർക്കിൾ അല്ല കിട്ടുക, ഈ ഷേപ്പിലാണ് കിട്ടുക. എത്രമാത്രം ചെയ്യുന്നോ ഇത് ബീറ്റ 90 ആണ്. ചെരിഞ്ഞ് ബീറ്റ നമ്മൾ പറഞ്ഞ 90 ആണ്. 90 കുറഞ്ഞ് ബീറ്റ കുറഞ്ഞത് അപ്പത്തെ ബീറ്റ എവിടേക്കാണ്? ബീറ്റ ഇത് തമ്മിൽ ഉണ്ടാക്കുന്നത് അതായിരിക്കും ബീറ്റ ഉണ്ടാകുക. 90 ഡിഗ്രിന്ന് പോന്ന് 90 ഡിഗ്രി ആകുമ്പോ സർക്കിൾ 90 നിന്ന് കുറഞ്ഞ് 90 കുറഞ്ഞ് ഇങ്ങനെ വന്ന് ഇപ്പോഴൊക്കെ നമുക്ക് ഈ ഷേപ്പിലാണ് കിട്ടുക. അങ്ങനെ വന്ന് ഇതിപ്പോ എത്ര ഡിഗ്രി? ആൽഫ അല്ലേ. ഇതേ ആംഗിൾ ഇവിടെ ഇപ്പൊ 30 ഡിഗ്രി കിട്ടിക്കോ. ഇത് 30 ആണെങ്കിൽ അതേമാതിരി ഇവിടെ 30 ആകുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ 90 ഡിഗ്രി ആകുമ്പോഴാണല്ലോ സർക്കിൾ ആവുക. ആ 90 കുറഞ്ഞിട്ട് അതിതാ 90 കുറഞ്ഞ് ഇങ്ങനെ വരുമ്പോ കുറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 90 ആണ് സർക്കിൾ. 90 ഒന്ന് കുറച്ച് കുറഞ്ഞാൽ പിന്നെ അതിന് ചെരിവ് ഇങ്ങനെ വരും, കറക്റ്റ് സർക്കിൾ ആവില്ല. അങ്ങനെ ചെരിവ് അങ്ങനെ എപ്പോഴൊക്കെ നമുക്ക് ഈ സാധനത്തിലാണ് കിട്ടുക. അങ്ങനെ ഇവിടെയുള്ള ആംഗിൾ തന്നെ ഇവിടെ വരുമ്പോ ഇത് എത്രയാണ്? ആൽഫ. ഇവിടെ അതൊരു 30 ഡിഗ്രി. അപ്പൊ അതേപോലെ 30 ഡിഗ്രി അല്ലേ. ആ 30 ഡിഗ്രി വരുന്നതിന്റെ കുറച്ച് മുമ്പ് വരെ 30 ഡിഗ്രിയേക്കാൾ കുറച്ച് വലുതായിട്ട് ഈ ആംഗിളിന്റെ ഇവിടെ വരുമ്പോ അതിന്റെ പേര് മാറും. ഈ ആൽഫ ഇവിടെ 90 ആയിരുന്നു, ഇവിടെ ബീറ്റ. ആ ബീറ്റ കുറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് കുറഞ്ഞു വന്നിട്ട് ആൽഫയുടെ കുറച്ച് വലുതാവുന്നു. ആൽഫയുടെ ഒപ്പം എത്തുന്നതിന് മുമ്പ് 90 ഡിഗ്രിയാണ്. ഇതിപ്പോ നമുക്ക് ഏകദേശം 30 ആണ് അല്ലെ. 30 ഡിഗ്രി 35 40 എത്തിക്കും. ഇത് 90 ഡിഗ്രി. അതിങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് വന്ന്
ഈ ആംഗിൾ ആകുന്നതിന്റെ കുറച്ച് മുമ്പ്, ഇതിനേക്കാൾ കുറച്ച് വലുതാണ്, ഇതാവുന്നതിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് ഈ ഷേപ്പ് കിട്ടാം. അതായത് ഇവിടെ ഉണ്ടാകുന്ന ബീറ്റ അത് ചെറുതാണ്, 90യേക്കാൾ ചെറുതാണ്. പക്ഷെ ആ ബീറ്റ വലുതാണ് ആരേക്കാൾ? ആൽഫയേക്കാൾ. ആൽഫയേക്കാൾ വലുതാവുകയും 90യേക്കാൾ ചെറുതാവും ബീറ്റ സംഭവിച്ചാൽ നമ്മൾ കിട്ടുന്നതാണ് എലിപ്സ്. ഇതിന് എലിപ്സ് എന്ന് കേട്ടോ. ഓക്കെ, അപ്പോ രണ്ടാമത്തെ സെക്ഷനായി എലിപ്സ്. ഇനി 90, ഇത് രണ്ടും ഈക്വൽ, ആൽഫയും ബീറ്റയും ഈക്വൽ ആയി. ഇതേമാതിരി ഇവിടെ കട്ട് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇത് ഇങ്ങനെ മുറി, ഇത് ഇങ്ങനെ മുറി, ഇങ്ങനെ മുറിയുമ്പോൾ ആ മുറി ഒടുക്കച്ചില്ല, ഈ ഭാഗത്തേക്ക് എടുക്കാച്ചില്ല. ഇങ്ങനെ മുറിക്കുന്നത് ഇതിലൂടെ വരുമ്പോ കുഴപ്പമില്ല. ഈ മുറി ഇങ്ങനെ മുറിച്ചാല് നമ്മുടെ ഇതിന് മുറി സംഭവിക്കും. ഇതല്ലേ ഇതിന്റെ അറ്റം. ആ അറ്റത്ത് ഇവിടുന്ന് ചെത്തുമ്പോ അങ്ങനെ സംഭവിക്കില്ല. ഇവിടുന്ന് ചെത്തുമ്പോ ഇവിടെ തന്നെ, ഇവിടുന്നൊക്കെ അങ്ങനെയില്ല. ഇവിടുന്ന് ചെത്തുന്നത് ഈ ഭാഗത്ത് ഇതിന്റെ ടോപ്പിൽ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുന്നു? ആ ചെത്ത് കറക്റ്റ് സർക്കിൾ ഫോം ചെയ്യില്ല. അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുറിഞ്ഞിങ്ങനെ നിൽക്കും. അതായത് നമുക്ക് അങ്ങനെ ചെത്തിയാൽ ഈ ഒരു ഷേപ്പിലാക്കി, ഈ ഒരു ഷേപ്പിലാക്കി ഇങ്ങനെ ചെത്ത്. ആ ചെത്ത് നമ്മൾ ചെത്തുന്ന ചെത്ത് ഈ ഭാഗത്തേക്ക് വന്നാൽ ഇത് രണ്ടും ഈക്വലായി. ആൽഫ ഇവിടെ ഉണ്ട്, അതേമാതിരി നമ്മളെ ജനറേറ്റർ ഇങ്ങനെ പോയിട്ട് ഇത് രണ്ടും ഈക്വലായി. ആൽഫയും ബീറ്റയും ഈക്വലായി നമ്മൾ ചെത്ത് ഈ മുകൾ ഭാഗത്തേക്ക് തട്ടും. അപ്പൊ അതിന്റെ ഷേപ്പ് ഇങ്ങനെയാവും. ബീറ്റ 90 ആണെങ്കിൽ സർക്കിൾ ആവും, 90യേക്കാൾ ചെറുതായി എന്നാൽ ആൽഫയേക്കാൾ വലുതായി നിൽക്കുമ്പോൾ അത് എലിപ്സ് ആയി മാറും. ഇനി ആൽഫയും ബീറ്റയും ഈക്വൽ ആയാൽ ഇവിടെ ചെത്തുന്ന ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആക്സിസുമായിട്ട് ബീറ്റ ആൽഫ ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആണ് എങ്കിൽ എന്താകും? അത് ഈ ഷേപ്പിൽ കിട്ടും. ഇതിനെ പരാബോള എന്നും പറയും. ഓക്കെ, പരാബോള, ആൽഫയും ബീറ്റയും ഈക്വൽ. ഇനി ആ ബീറ്റ ഒന്നുകൂടെ കുറയണം. ബീറ്റ ആൽഫയേക്കാൾ ചെറുതായി, ബീറ്റ ഒന്നുകൂടെ ഇപ്പൊ 30 ആണെങ്കിൽ ഇത് 30 ഡിഗ്രിയേക്കാൾ ചെറുതായാൽ ഒപ്പം 30 ഒപ്പത്തിനൊപ്പം ആണെങ്കിൽ അത് പരാബോള. 30 ഡിഗ്രിയേക്കാൾ ചെറുതായാൽ ആ നമ്മളെ ചെത്ത് ഇവിടെ നിൽക്കൂല, അത് പിന്നെ ദിമ്മക്ക് തട്ടും. നമ്മളെ ചെത്ത് ഇങ്ങനെ ദിമ്മക്ക് വരും. അപ്പൊ ഈ കത്തിയോണ്ട് ഇങ്ങനെ മുറിക്കോട് കൂടി രണ്ടുമീൻ തട്ടും. മറ്റെങ്ങനെ മുറിച്ചാൽ ഇതിനെ മാത്രമേ എത്തുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ സർക്കിൾ ആകുമ്പോ ഇവിടെ മാത്രമേ എത്തുള്ളൂ. ഇങ്ങനെ മുറിച്ചാൽ അല്ലെ, കുറച്ചൊന്ന് ചെരിഞ്ഞാലോ അത് ഈ ഷേപ്പിലേക്കോ. അപ്പോൾ ദിമ്മ മാത്രമേ എത്തുള്ളൂ, ദിമ്മക്ക് തട്ടുള്ളൂ. അങ്ങനെ വന്ന് ആൽഫ ബീറ്റ ഒപ്പം ആകുമ്പോഴും എന്താവും? ഇത് ഇങ്ങനെ മുറിയുന്നുള്ളൂ, ഇത് തട്ടില്ല. ആൽഫ ബീറ്റയും ഒപ്പം ആകുമ്പോൾ നമുക്ക് കിട്ടും പരാബോള. അതൊന്നുകൂടെ കുറഞ്ഞു, ബീറ്റ ഒന്നുകൂടെ കുറഞ്ഞു, ആൽഫന്റെ ഒപ്പം ആയിരുന്നു ആദ്യം, അതൊന്നുകൂടെ കുറഞ്ഞാൽ നമ്മൾ ആ ചെത്ത് നേരെ ഇവിടേക്ക് വരും. അപ്പൊ നമ്മളെ കോണില്ലേ, ആ കോൺ ഇവിടെയും മുറിയും അവിടെയും, ഇവിടെയും അങ്ങോട്ട് മുറി, ഇവിടെയും ഇങ്ങോട്ട് മുറി. അപ്പൊ ഇവിടുത്തെ സെക്ഷൻ, ഇവിടുത്തെ കഷ്ണം എന്താവും ആലോചിക്കുക. അവിടുത്തെ കഷ്ണം ഇങ്ങനെ നിൽക്കും, ഈ കഷ്ണം അങ്ങ് കത്തിയോട് മുറിക്കുന്നതോടുകൂടി ഇതിനൊരു മുറിവ് സംഭവിക്കും. അത് ഈ ഷേപ്പിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് അത് അങ്ങോട്ട് മുറിഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ സാധനം കിട്ടുക. ഈ ഷേപ്പിന്റെ പേരാണ് ഹൈപ്പർബോള. ഹൈപ്പർബോള. ഓക്കെ, അപ്പൊ ബീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഇതിൽ എൽ എന്ന ലൈന്, ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എം എന്ന ജനറേറ്റർ. ആ ജനറേറ്ററും ആക്സിസും ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ. ഇനി അവിടെ ഒരു പ്ലെയിന് വന്നിട്ട് കത്തി അതിലൊന്ന് കട്ട് ചെയ്യുന്നത്, ആ കട്ട് ചെയ്യുന്ന ഭാഗം ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് സർക്കിൾ കിട്ടും. അത് 90യേക്കാൾ കുറഞ്ഞ് എന്നാൽ ആൽഫയേക്കാൾ കുറച്ച് വലുതുമായിട്ടാണ് കിട്ടുന്നെങ്കിൽ നമുക്ക് എലിപ്സ് കിട്ടും. ഇനി ആൽഫയും ബീറ്റയും ഈക്വലായി മാറുകയാണ് എങ്കിൽ നമുക്കതിനെ പരാബോള എന്ന് വിളിക്കാം. ഇനി ആൽഫ ബീറ്റയും ഈക്വൽ ആയി ഇതിന് കുറച്ച് കഴിഞ്ഞിട്ട് ബീറ്റ ഒന്നുകൂടെ ചെറുതായി, ബീറ്റ കുറഞ്ഞ് ബീറ്റ ആൽഫയേക്കാൾ ചെറുതായി ലാസ്റ്റ് ബീറ്റ 0 എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുറിയാം. ബീറ്റ 0 പറയുമ്പോൾ ഈ ആംഗിൾ ഇല്ല, അപ്പൊ ഇങ്ങനെ മുറിയാം. അപ്പൊ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും തിരിച്ചെടുക്കുന്ന രൂപത്തിൽ കിട്ടും. അപ്പൊ ഹൈപ്പർബോള കിട്ടും. ഈ 4 സർക്കിൾ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള, ഈ 4 കോണിന്റെ സെക്ഷൻ. ഓക്കെ, സെക്ഷൻ ഓഫ് എ കോൺ. ഓക്കെ, അപ്പോ സർക്കിള്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള, 4 സെക്ഷൻ അല്ലെ, കോണിന്റെ 4 സെക്ഷൻ. ഇതില് പരാബോളയും എലിപ്സും മാത്രമേ ഫോക്കസ് ഏരിയയിലുള്ളൂ, അതുകൊണ്ട് അത് മാത്രമേ പറയുന്നു. സർക്കിളും അതുപോലെ ഹൈപ്പർബോളയും പറയുന്നില്ല. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പരാബോള. A parabola is the set of all points in a plane which are equidistant from a fixed line and a fixed point. The fixed line is called the directrix of parabola and the fixed point is called focus of the parabola. The line through the focus and perpendicular to the directrix is called axis of parabola, and the point of intersection of parabola with the axis of parabola is called the vertex, and the line segment through the focus whose endpoints are lying on the parabola is called latus rectum. Pero എന്താണ് പരാബോള? ഒരു ലൈൻ
ഒരു പോയിന്റ്, ഇതൊരു ലൈന്, ഇവിടെ പോയിന്റ്. ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേമാതിരി എഫ് എന്ന് പറയും. ഇവിടുന്ന് ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ, ഇവിടെ നിങ്ങളുടെ 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു മിഡ് പോയിന്റ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഫിക്സ് ചെയ്ത്, ഒരു ലൈന് ഫിക്സ് ചെയ്തു. പരാബോള എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്, ഒരുപാട് പോയിന്റുകളുടെ കളക്ഷൻ ആണ് പരാബോള ഫോം ചെയ്യുന്നത്. ഏതെങ്കിലും കുറെ പോയിന്റുകളല്ല, ആ പോയിന്റുകളുടെ പ്രത്യേകത ആ പോയിന്റുകൾക്ക് ഫിക്സ് ചെയ്ത ആ പോയിന്റിലേക്കും ഫിക്സ് ചെയ്ത ലൈനിലേക്കും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ് ആണോ എങ്കിൽ ഇത് ആ പരാബോളയിലെ പോയിന്റ് ആണ്. ഇനി നമ്മുടെ പോയിന്റ് ആണ് ഇവിടെ. ഇവിടുന്ന് ഈ ലൈനിലേക്ക് ഡിസ്റ്റൻസ് കുറവ്, ഡിസ്റ്റൻസ് കൂടുതലല്ലേ, അപ്പൊ ഇത് പരാബോളയിലെ പോയിന്റ് അല്ല. ഇവിടെ നേരെ മുകളിൽ കുറച്ച് ഇവിടെ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ്, ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് നോക്കുക. ഇവിടെ കൊടുത്തു, ഇങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിയാം. ഇവിടെ കൊടുത്തത് ചെറുതും വലുതാണ്. ഇവിടെ കൊടുത്തു, ഇങ്ങോട്ട് ദൂരം കുറവാണ്, ഇങ്ങോട്ട് കൂടുതലാണ്. ഇവിടെ പോയിന്റ്, ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും 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 ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ്. അങ്ങനെ ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ് ആണ് എങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെ ഒരേ ഡിസ്റ്റൻസ് ഇങ്ങോട്ടും ആ പോയിന്റ് ഈ ഫിക്സ് ചെയ്ത എഫിലേക്കും ഈ ലൈനിലേക്കും ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ കഴിവുള്ള അങ്ങനെയുള്ള പോയിന്റുകളുടെ കളക്ഷനെയാണെന്ന് പറയാ. അങ്ങനെയുള്ളവരുടെ കളക്ഷൻ ഈ പോയിന്റ്, ഇത് പരാബോളയിലെ പോയിന്റ് ആവണമെങ്കിൽ എന്താവണം, ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ആ ഡിസ്റ്റൻസ്. അത് പരാബോളയിലെ പോയിന്റ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അപ്പോ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആകുന്ന കഴിവുള്ള പോയിന്റുകൾക്ക് മാത്രമേ എന്താ പറ്റൂ, പരാബോളയിലെ പോയിന്റ് ആകാൻ പറ്റൂ. സോ പരാബോള ഇസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ്, ഒരുപാട് പോയിന്റുകളുടെ കളക്ഷൻ ആണ്. എങ്ങനെയുള്ള പോയിന്റുകളുടെ കളക്ഷനാ, ആ പോയിന്റുകൾക്ക് ഇങ്ങോട്ടും ആ ഫിക്സ് ചെയ്ത ലൈൻ പോയിന്റിലേക്കും ഫിക്സ് ചെയ്ത ലൈനിലേക്കും ഒരേ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് പരാബോള ഉണ്ടാവുന്നത്. ഈ ഫിക്സ് ചെയ്ത പോയിന്റ് പേര് ഫോക്കസ് എന്നാണ്, ഈ ഫിക്സ് ചെയ്ത ലൈനിന്റെ പേര് ഡയറക്ട്രിക്സ് എന്നാണ്. ഓക്കെ, ഈ ഫോക്കസിൽ കൂടി ഈ ഡയറക്ട്രിക്സ് ഇതിന് 90 ഡിഗ്രി ഇതിൽ കൂടെ എടുക്കാം, ഇതിൽ കൂടെ 90 ഡിഗ്രി എടുക്കാം, ഇതിൽ 90 ഡിഗ്രി എടുത്തൂടെ. ഫോക്കസിൽ കൂടി പോകുന്ന 90 ഡിഗ്രി പോണ ലൈൻ ഉണ്ട്. ഫോക്കസിൽ കൂടി ഇത് 90 ഡിഗ്രിയിൽ പോകുന്ന ലൈൻ, ഈ ലൈനെയാണ് ആക്സിസ് ഓഫ് പരാബോള എന്ന് പറയുന്നത്. ഇതിന് ആക്സിസ് ആണ്. ഇതിന്റെ പേര്, ഈ പോയിന്റ് പേര് ഫോക്കസ്, ഇതിന്റെ പേര് ഡയറക്ട്രിക്സ്. അപ്പൊ ആ ഫിക്സ് ചെയ്ത പോയിന്റ് പേര് ഫോക്കസ്, ഈ ലൈനിന്റെ പേര് ഡയറക്ട്രിക്സ്. ഫോക്കസിൽ കൂടി പോകുന്ന, എങ്ങനെ പോകുന്ന, ഡയറക്ട്രിക്സിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈനിന്റെ പേരാണ് ആക്സിസ് ഓഫ് പരാബോള. പിന്നെ ഈ പരാബോള, ഇതാണ് പരാബോള, ഈ ഒരു സാധനം കേട്ടോ. ഇത് പരാബോള അല്ല, അതിന്റെ പിന്നെ ഡയറക്ട്രിക്സ്, ഇതിന്റെ ആക്സിസ് ആണ്. ഈ പരാബോള നമ്മുടെ ആക്സിസുമായിട്ട് കൂട്ടിക്കൊണ്ട ഈ പോയിന്റ്, ഇതിന് വെർട്ടെക്സ് എന്ന് പറയും. വെർട്ടെക്സ്, ഇതാണ് വെർട്ടെക്സ്. ഇനി ഈ പോയിന്റിൽ കൂടി ഒരുപാട് ലൈന് വരക്കാം, എന്നിങ്ങനെ വരക്കാം. അതിൽ ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകണ്ടാവും അല്ലെ. ഫോക്കസിൽ കൂടി പെർപെൻഡിക്കുലർ ആയിട്ട് പോവുക, അതായത് കുറെ ഒന്നും പോകാൻ പറ്റില്ല, അതിന്റെ 2 അറ്റങ്ങൾ കൊടുക്കണം. പരാബോളയിലായിരിക്കണം എൻഡ് പോയിന്റ്സ്. ഫോക്കസിൽ കൂടി പോകുന്നതാവണം എങ്ങനെയാ, 90 ഡിഗ്രി. അതിന്റെ 2 എൻഡ് പോയിന്റ്സ് എവിടെ വെക്കണം, പരാബോളയിൽ വെക്കണം. ഇതിനെയാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയാം. ലാറ്റസ് റെക്ടം, ഇത് വെർട്ടെക്സ്, ഇത് 0 0. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം തന്നെയാവൂല ഇങ്ങോട്ട്. ഇത് പരാബോളയിലെ പോയിന്റ് അല്ലേ. ഒരു പോയിന്റ് പരാബോളയിലെ പോയിന്റ് ആവണമെങ്കിൽ എന്താ പ്രത്യേകത, അവിടുന്ന് ഈ എഫിലേക്കും അവിടുന്ന് ഈ ലൈനിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വൽ അല്ലേ. ഇത് പരാബോളയിലെ പോയിന്റ് ആണ്, അപ്പൊ ഇതൊക്കെ എന്താണ്, ഈക്വൽ ആണ് അല്ലെ. ഫോക്കസ്, ഡയറക്ട്രിക്സ്, പരാബോള, ഇത് പരാബോളയിലെ പോയിന്റുകളാണ് ഇതൊക്കെ. ഇത് പരാബോളയിലെ പോയിന്റ് ആണ്, അതിന്റെ പേര് P1 കൊടുത്തു. ഇത് പരാബോളയിലെ പോയിന്റ് ആണ്. എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ അറിയാം, P1F എന്ന് വിളിക്കാം. ഇതിന്റെ പേര് P1F ആണ്. P1F അത് ഈക്വൽ ആണ് ആർക്ക്, ഡിസ്റ്റൻസ്. ഇവിടുന്ന് എവിടുക്ക ഡിസ്റ്റൻസ്,
90 ഡിഗ്രി വരണം അല്ലെ. 90 ഡിഗ്രി വരുന്നിടത്തോളം ഡിസ്റ്റൻസ് വരാം. ഇതിന്റെ പേര് A1. അപ്പൊ P1F തന്നെയാണ് എന്ത് A1P1 അല്ലെങ്കിൽ P1A1 അല്ലെ. ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് പരാബോളത്തെ പോയിന്റ് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് പരാബോളിക് പോയിന്റ് തന്നെ ഈക്വൽ ആവും. ഇനി പരാബോളയിൽ വേറെ പോയിന്റ് അതിന്റെ പേര് P2 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ P2 ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയാവണം P2 നിന്നും ഇങ്ങോട്ട്. ഇതിന് A2 കൊടുത്തു. അപ്പൊ A2 P2 ഈക്വൽ ടു P2F അല്ലെ. A2 P2 തന്നെയായിരിക്കും P2F അല്ലെങ്കിൽ FP2. ഇത് പരാബോളയിലെ പോയിന്റ് ആണ് P3. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസും സെയിം ആവണ്ടേ. ഇതിനെ A3 കൊടുക്കാം. അപ്പൊ A3 P3 ആയിരിക്കണം FP3 അല്ലെങ്കിൽ P3F. A3 P3 ഈക്വൽ ടു FP3. ഇത് പരാബോളയിലെ പോയിന്റ് ആണ്. P4 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസും സെയിം ആണ്. ഇതിന് A4 കൊടുത്തു. അപ്പൊ A4 P4 ഈക്വൽ ആണ് FP4 അല്ലെങ്കിൽ P4F. വേറെ കൊടുക്കാം. ഇതിന് P5 കൊടുത്തു. ഇതിന് A5 കൊടുത്തു. ഇത് പരാബോളയിലെ പോയിന്റ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണേ. അപ്പോ A5 P5 തന്നെയാണ് FP5. അങ്ങനെയുള്ള പോയിന്റുകൾ ഈ കളക്ഷൻ തന്നെയാണെന്ന് പറയാം പരാബോള. ഇതിൽ കൂടി പോണ ലൈനിന്റെ പേര് ലാറ്റസ് റെക്ടം. ഇത് ആക്സിസ് ഓഫ് പരാബോള. ഇത് വെർട്ടെക്സ് പറഞ്ഞാൽ ആക്സിസ് ഓഫ് പരാബോള. ആക്സിസ് പരാബോള കൂട്ടിക്കൊണ്ട പോയിന്റ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ. ഈ പോയിന്റ് ആക്സിസ് പരാബോളയിൽ കൂട്ടിക്കൊണ്ട പോയിന്റ് ഇല്ലേ, ഇവിടുന്ന് ഫോക്കസിലേക്കും ഇങ്ങോട്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. അപ്പൊ ഇത് 5 0 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 5 വരില്ല. 5 0 ആണെങ്കിൽ അപ്പൊ ഇത് 0 0 ആണ് വെർട്ടെക്സ്. 0 0 എന്നുള്ള പോയിന്റ് 5 അങ്ങോട്ട് പോകുമ്പോ 5 ഇങ്ങോട്ട് ദൂരം ഉണ്ടാവും. അപ്പൊ ഇത് 5 0 ആണെങ്കിൽ ഇത് എന്തുണ്ടാവും, ഇത് -5 0 ഉണ്ടാവും. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ തരും. ഇത് x ആക്സിസ്, ഇവിടെ y ആക്സിസ്, x ആക്സിസ് y ആക്സിസ് കൂട്ടിക്കൊണ്ട പോയിന്റ് ആണ് 0 0. ഇവിടുന്ന് അങ്ങോട്ട് 5 ഉണ്ടെങ്കിൽ അത് 5 0, ഇങ്ങോട്ട് അപ്പൊ 5 വയ്ക്കാം. ഇത് രണ്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇത് -5 0 ആണ്. എക്സിന്റെ -5 കൂടി ലൈൻ പോകണമെങ്കിൽ അതിന്റെ പേര് എന്താ, x ഈക്വൽ ടു -5 അല്ലെ. നമുക്ക് ശേഷം പറയാം കേട്ടോ. അപ്പൊ നോക്കാം. ഇത് ഫോക്കസ്, ഇത് വെർട്ടെക്സ് ആണ് 0 0. ഇത് ഡയറക്ട്സ് അല്ലെ. ഇത് x ആക്സിസ്, ഇവിടെയാണ് y ആക്സിസ്. ഇതെങ്ങനെ കരുതിയാൽ മതി. ഇത് y ആക്സിസ്, ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്. ഇത് നമ്മൾ 0 0 പോയിന്റ്. ഇവിടുന്ന് ഇങ്ങോട്ട് 3 യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 3 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് എത്രക്കാരം 3 ആവൂലേ. ഇത് 0 0 ആണ്, 1 2 3 അങ്ങനെതാ. ഇത് 3 0 വന്നാല് ഇത് 3 0 ആണ് എങ്കിൽ ഇത് 3 ലെങ്ത് ഉണ്ടാവും. അപ്പൊ എത്ര ലെങ്ത് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഇത് 3 ഇത് -3 0 ആണ്. അതല്ലേ വേണ്ടത്. ഇത് എക്സിന്റെ -1 -2 ഇത് -3. അങ്ങനെയാണെങ്കിൽ ഈ വരയുടെ പേരെന്താവുന്നു, ഈ ലൈൻ ഇക്വേഷൻ x -3 ആവുന്നതല്ലേ. x ഈക്വൽ ടു -3 എന്നാണ്. ഫോക്കസിന്റെ കോർഡിനേറ്റ് 3 0 ആണ് എങ്കിൽ ഡയറക്ഷന്റെ ഇക്വേഷൻ വരിക x ഈക്വൽ ടു -3. 0 0 ഓർക്കുക. അങ്ങോട്ട് എത്ര ദൂരം ഉണ്ട് അത്ര ദൂരം അങ്ങോട്ട് ഉണ്ടാവും. ഇതിപ്പോ എക്സിന് 3 അല്ലേ, എക്സിന്റെ കോർഡിനേറ്റ് 3 അല്ലേ, x 3 അല്ലേ, x ഈക്വൽ ടു 3 അല്ലേ. ആ x ഈക്വൽ ടു 3 എന്നുള്ളതിന്റെ ചിഹ്നം മാറ്റി ഇവിടെ കിട്ടും. x ഈക്വൽ ടു 3 അല്ലേ അവിടെ. അപ്പൊ x ഈക്വൽ ടു -3 ആണ് ഈ ലൈനിന്റെ ഇക്വേഷൻ. ഇവിടുത്തെ 4 ആണെങ്കിൽ അപ്പൊ ഇത് 4 ഉണ്ടാവും. അപ്പൊ x ഈക്വൽ ടു 4 ആകും. പരാബോള ശരിക്കും 4 രീതിയിൽ അതിന്റെ കടത്തങ്ങൾ. ഒന്ന് അങ്ങോട്ടുണ്ടാവും, ഒന്ന് ഇങ്ങോട്ട് ഉണ്ട്, ഒന്ന് മുകളിലേക്കും താഴേക്കും, ഇടത്തേക്ക് വലത്തേക്ക് മുകൾക്കും താഴേക്കും. 4 രീതിയിലാണ് ആ പരാബോള കടന്നത്. ഓക്കെ. ഇത് 0 0 ആണ് ഓർക്കുക. അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ആ പരാബോള ഇങ്ങനെ വരക്കണം. ഇത് x ആക്സും y ആക്സും നോക്കാം. ഇങ്ങനെ പരാബോള. അപ്പൊ ഫോക്കസ് ഇവിടെ ഇല്ല. ഇത് 0 0 ഉണ്ടോ. ഇതിങ്ങനെ x ആക്സ് y ആക്സ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് പരാബോളിന്റെ ഉള്ളിലാ ഫോക്കസ് ഉണ്ടാകുക. ഫോക്കസ് ഇവിടെ ആണെങ്കിൽ ഡയറക്റ്റ് ഇത്രയും ദൂരം അപ്പുറത്തുണ്ടാവുക. നോക്കിയോ, ഇവിടുന്ന് ഇങ്ങോട്ട് 2 ലെങ്ത് ആണ്. 2 ആണ് ലെങ്ത്. കോർഡിനേറ്റ്സ് പറയുമ്പോൾ 2 0 അല്ല, അങ്ങോട്ട് നെഗറ്റീവ് അല്ലേ, -2 0. ഇത് 2 ലെങ്ത് ആണ്, അതും 2 ലെങ്ത് ആണ്. അങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ എന്തേക്കാരം, ഇത് x -2 ആണ്. ഇത് എക്സിന്റെ +2 എന്ന സ്ഥലല്ലേ. എക്സിന്റെ +2 ആണ്. x ഈക്വൽ ടു
എക്സ് ഈക്വൽ ടു പ്ലസ് 2 ആയിരിക്കും. കണ്ടോ, കോർഡിനേറ്റ് എക്സിന്റെ മൈനസ് ആണെങ്കിൽ ഇവിടെ കോർഡിനേറ്റ് ഇക്വേഷൻ എക്സിന്റെ പ്ലസ് ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ എക്സ് ആക്സ് വൈ ആക്സ് പരാബോള ഇങ്ങനെ കിട്ടും. അപ്പൊ ഫോക്കസ് ഇവിടെ ഇല്ല. അപ്പൊ ഡയറക്ട്രിക്സോ ഇത്രയും ലെങ്തിൽ താഴെ. ഇത് 0 0 ആണ്. 1 2 3 4 5 ആണ്. 5 ആണ്. 5 ആണ് എന്താണ് 0 5. ഫോക്കസ് 0 5 ആണെങ്കിൽ 0 കോമ വരുന്നത് മുകളിലേക്കാണ്. ഇത് 0 5 ആണെങ്കിൽ ഇതിന്റെ ഇക്വേഷന്റെ പേരെന്താണോ, ഇങ്ങോട്ട് 5 ലെങ്ത് ഉണ്ട്, അപ്പൊ ഇങ്ങോട്ട് 5 ആണ്. ഇത് വൈയുടെ -5 ആണ് വരിക. ഇത് വൈ ഈ 5 വൈയുടെ തന്നെ, വൈ യുടെ +5 ആണെങ്കിൽ ഇത് വൈയുടെ -5, വൈ ഈക്വൽ ടു -5. അപ്പൊ നോക്കുക, വെർട്ടെക്സിന് പരാബോള വൈയുടെ മുകൾ ഭാഗത്തേക്ക് അല്ലെങ്കിൽ വൈയുടെ താഴത്തേക്ക്, എക്സിന്റെ പോസിറ്റീവ് വലത്തേക്ക് അല്ലെങ്കിൽ എക്സിന്റെ നെഗറ്റീവ് താഴത്തേക്ക്, 4 രീതിയിലാണ് പരാബോളയുടെ ചിത്രങ്ങൾ വരുന്നത്. ഇതാവുന്ന ഇങ്ങനെ എക്സ് എക്സ് വൈ എക്സ് പരാബോള എങ്ങനെയാണ് എഴുതുക. അപ്പൊ ഇവിടെ ഫോക്കസ് ഇല്ല. ഇത് -4 0 -4 എഴുതുക. അപ്പൊ ഇങ്ങോട്ട് 4 ലെങ്ത്, അപ്പൊ അതേ 4 ലെങ്ത് ഇങ്ങോട്ട് വരും ഡയറക്ട്സ്. ഇത് y ഈക്വൽ ടു -4, വൈന്റെ കോർഡിനേറ്റ് -4, അപ്പൊ y ഈക്വൽ ടു +4 ആയിരിക്കും ഡയറക്ട്സിന്റെ ഇക്വേഷൻ. ഓക്കെ, പരാബോളയുടെ 4 ഫിഗേഴ്സ് എക്സ് ആക്സും വൈ ആക്സും ഒക്കെ ഉണ്ട്. ഒന്ന് എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കും, ഒന്ന് എക്സിന്റെ നെഗറ്റീവ് ഭാഗത്ത്. ഒന്ന് വൈയുടെ പോസിറ്റീവ്, ഒന്ന് വൈയുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് വലത് ഭാഗത്തേക്ക്, ഒന്ന് ഇടത് ഭാഗത്തേക്ക്, ഒന്ന് മുകളിലേക്ക്, ഒന്ന് താഴെ. ഇത് 0 0 നമ്മുടെ വെർട്ടെക്സ് ആണ്. ഇവിടെ നിന്ന് പരാബോള പോണതാണ്. ഒന്നുകിൽ പരാബോള അങ്ങനെയാണ്, ഇവിടെയാണ് ഫോക്കസ് അല്ലെ. ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ട് അത്രയും ദൂരം ഇങ്ങോട്ട് ഉണ്ടാവും. ഇവിടെ ഡയറക്ട്രിക്സ് ഉണ്ടാവും. ശരിയല്ലേ? ഇത് ഡയറക്ട്രിക്സ് ആണ്. ഇത് 0 0 1 2 3 4 5 ആണെങ്കിൽ ഇത് 5 0. ഇത് 5 0 ആണെങ്കിൽ ഇങ്ങോട്ട് 5 ആവുമ്പോൾ ഇത് 5. അപ്പൊ ഇത് എക്സിന്റെ -5ലേക്ക് വരും. എക്സ് ഈക്വൽ ടു -5. ഇവിടെ നിങ്ങൾക്ക് എ ഉണ്ട്. A 0 ആണ്. ഈ കോർഡിനേറ്റ് A 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് എ ആണെങ്കിൽ ഇല്ല. ഇത് എ ലെങ്ത് ആണെങ്കിൽ A 0. ഇത് എ ആണെങ്കിൽ ഇത് മേലെ വരാം. പക്ഷെ നെഗറ്റീവ് അല്ലേ, -A അല്ലേ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു -A. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു -A. ഫോക്കസിൽ കോർഡിനേറ്റ് നോക്കുക. ഈ എ ആരുടെ, എക്സിന്റെ ആണോ വൈയുടെ ആണോ? എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്? എക്സ് കോർഡിനേറ്റ് എ ആണ് അല്ലെ. +A എക്സ് കോർഡിനേറ്റ് എങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു +A മാറ്റുക, -A ആയിരിക്കും ഡയറക്ട്രിക്സ്. ഇനി ആ പരാബോള ഇങ്ങോട്ടാണെങ്കിൽ 0 0. പരാബോള എക്സിന്റെ പോസിറ്റീവ് വഴി നെഗറ്റീവ് ഭാഗത്തേക്ക് ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഫോക്കസ് ഇവിടെ ഈ ലെങ്ത് എ എടുക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഇങ്ങോട്ട് -A 0 അല്ലെ. ഇത് -A 0 ആണ്. ഇത്രയും എ ആണെങ്കിൽ അത്രയും എ അവിടെ ഉണ്ടാവും അല്ലെ. അവിടെ ഡയറക്ട്രിക്സ് വരും. ഇത് എ ലെങ്ത് ആണ്, അപ്പൊ ഇതും എ ലെങ്ത് ആണ്. ഇത് എക്സിന്റെ കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് ആണ് എക്സ് -A ആണ് എങ്കിൽ എക്സിന്റെ +A ആയിരിക്കും. എക്സ് ഈക്വൽ ടു +A, എക്സ് ഈക്വൽ ടു +A. ഇതാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ഇവിടെ പരാബോളയിൽ കൂടി പോകുന്ന ലൈന്, ഈ ലൈന് ഇതാണ് ആക്സിസ് ഓഫ് പരാബോള. അപ്പൊ ആക്സിസ് ഓഫ് പരാബോള എക്സ് ആക്സ് ആണെങ്കിൽ എക്സിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും, ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഇതാണ് പരാബോള എക്സ് ആക്സിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ. ഓക്കെ, ഇനി വൈയുടെ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ മുകളിലേക്കല്ലേ താഴെ 0 0. പരാബോള ഇങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ പരാബോള എങ്കിൽ അപ്പൊ നമ്മളെ ഫോക്കസ് വരും അല്ലെ. 3 സെന്റിമീറ്റർ 0 3, 4 ആണെങ്കിൽ 0 4, A ആണെങ്കിലോ 0 A. ഈ കോർഡിനേറ്റ് ഫോക്കസിന്റെ A 0 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും എന്ത് വരിക, ഡയറക്ട്രിക്സ്. ഇത്രയും ദൂരം താഴോട്ടുണ്ടാവും. ഇതാണ് ഡയറക്ട്രിക്സ്. ഇത് വൈയുടെ y ഈക്വൽ ടു +A ആണ്. വൈയുടെ A കോർഡിനേറ്റ് ഉള്ളത്. അപ്പൊ y ഈക്വൽ ടു +A അല്ലേ, അപ്പൊ -A. അത്രയും ദൂരം കണ്ടാവും. y ഈക്വൽ ടു -A ആയിരിക്കും എന്ത്, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ഇവിടെ പരാബോളയുടെ ആക്സിസ് ഏതാ, ആക്സിസ് ഓഫ് പരാബോള, പരാബോള ഏതാ y ആക്സിസ് അല്ലേ. ഇനി താഴോട്ട് പരാബോള ഇങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കണമെങ്കിൽ ഇവിടെ വരും. 4 ആണെങ്കിൽ എന്നിട്ട് 4 ലെങ്ത് ഉണ്ടെങ്കിൽ 0 -4 അല്ല. 7 ആണെങ്കിൽ 0 -7. A ആണെങ്കിലോ 0, -A. ഇത് വൈയുടെ -A ആണ്. വൈയുടെ -A ആണെങ്കിൽ ഇത്രയും ദൂരം ഇങ്ങോട്ട് വരും. ഇവിടെയാണ് ഡയറക്ട്രിക്സ് വരും. അപ്പൊ ഇത് വൈയുടെ +A കൂടെ പോകും. y ഈക്വൽ ടു +A. ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് നോക്കുക. അതിൽ 0 അല്ലാത്തൊരാണ്ടാവും. അത് y ആണെങ്കിൽ y ഈക്വൽ ടു ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ്. ഇവിടെ y ഈക്വൽ ടു -A ആണ്. കാരണം എന്താ, ഇവിടെ y-യുടെ കോർഡിനേറ്റ് +A ആണ്. ഇവിടെ x-ന്റെ കോർഡിനേറ്റ് +A ആണ്. x-ന്റെ കോർഡിനേറ്റ് +A ആണ്. അപ്പൊ x ഈക്വൽ ടു -. ഇവിടെ x-ന്റെ കോർഡിനേറ്റ് -A ആണ്. അപ്പൊ x ഈക്വൽ ടു +A എവിടെ വരും. ഓക്കെ, ഇതാണ് പരാബോളയുടെ
4 ഫിഗേഴ്സ്. ഇത് നാല് രീതിയിലാണ്. ഫോക്കസ് മാറും, ഡയറക്ട്രിക്സ് ഇക്വേഷൻ ഒക്കെ മാറും, പരാബോളയുടെ ആക്സിസ് ഒക്കെ മാറും. ഇങ്ങനെയാണ് എങ്കിൽ ഇക്വേഷൻ പറയാം, പരാബോളയുടെ ഇക്വേഷൻ. ഇത് എക്സിന്റെ ഭാഗത്തേക്കാണോ വൈയുടെ ഭാഗത്തേക്കാണ്? എക്സിന്റെ ഭാഗത്തേക്കല്ലേ, എങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ. ഇത് എക്സിന്റെ ഭാഗത്തേക്ക് വൈന്റെ ഭാഗത്തേക്ക, എക്സിന്റെ ഭാഗത്തേക്ക്, എങ്കിൽ ഇതിന്റെ ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു. ഇത് വൈയുടെ ഭാഗത്തേക്കല്ലേ, വൈയുടെ ഭാഗത്തേക്കാണെങ്കിൽ തിരിച്ച് എക്സ് സ്ക്വയർ ഈക്വൽ ടു. ഇത് വൈയുടെ ഭാഗത്തേക്കല്ലേ, അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു. പരാബോളയുടെ ഇക്വേഷൻ ആണ്. ഒന്നുകിൽ വൈ സ്ക്വയർ ഈക്വൽ ടു, എക്സിന്റെ ഭാഗത്തേക്കാണെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു, വൈയുടെ ഭാഗത്തേക്കാണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു. 4a എല്ലാവർക്കും ഉണ്ട്. 4a എക്സ് സ്ക്വയർ ഈക്വൽ ടു 4a, വൈ സ്ക്വയർ ഈക്വൽ ടു 4a ഉണ്ട്. ഇത് എക്സിന്റെ പോസിറ്റീവ് ഭാഗത്തേക്കാണ്, അപ്പൊ പ്ലസ്. ഇത് എക്സിന്റെ നെഗറ്റീവ് ഭാഗത്തേക്കല്ലേ, അപ്പൊ -4. ഇത് വൈയുടെ പോസിറ്റീവ് ആയതുകൊണ്ട് +4, വൈയുടെ നെഗറ്റീവ് ആയതുകൊണ്ട് -4. ഓക്കെ, ഇവിടെ വൈക്കാണ് സ്ക്വയർ, അതുകൊണ്ട് ഇവിടെ വെറും എക്സ്. ഇവിടെ വൈക്കാണ് സ്ക്വയർ, അപ്പൊ വെറും എക്സ്. ഇവിടെ എക്സിനാണ് സ്ക്വയർ, അപ്പൊ വെറും വൈ. ഇവിടെ എക്സിനാണ് സ്ക്വയർ, അപ്പൊ വെറും വൈ. ഇതാണ് 4ന്റെ ഇക്വേഷൻ. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax, അല്ലെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു -4x. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay, or എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. ഇവിടെ സ്ക്വയർ ഇല്ലാത്തത് എക്സിനാണോ വൈക്കാണോ? എക്സിന് സ്ക്വയർ ഇല്ല എങ്കിൽ ആ പരാബോള എക്സിന്റെ ഭാഗത്തേക്കാണ്. എക്സിന്റെ ഏത് ഭാഗത്തേക്കാ? പോസിറ്റീവ് ഭാഗത്തേക്കാ നെഗറ്റീവ് ഭാഗത്തേക്കാ? ഇത് പ്ലസ് അല്ലേ, അപ്പൊ എക്സിന്റെ പോസിറ്റീവ് ഭാഗത്തേക്ക്. ഇവിടെ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax, ഇവിടെ സ്ക്വയർ ഇല്ലാത്തത് എക്സിനാണ് എങ്കിൽ എക്സിന്റെ ഭാഗത്തേക്കാണ്. എക്സിന്റെ ഭാഗം പറഞ്ഞാൽ വലത്തും ഇടത്തുണ്ട്. എക്സിന്റെ ഏത് ഭാഗത്തേക്കാ? നെഗറ്റീവ് ഭാഗം. എക്സിന്റെ നെഗറ്റീവ് ഭാഗത്തേക്ക് പരാബോള ചെല്ലും. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആണെങ്കിൽ ഇവിടെ സ്ക്വയർ ഇല്ലാത്തത് ആരാ? വൈക്ക്. എങ്കിൽ വൈയുടെ ഭാഗത്തേക്കാണ് പരാബോള തിരിഞ്ഞിരിക്കുക. മുകൾക്കാ താഴേക്കാന്ന് പിന്നെ പറയാം. ചിഹ്ന നെഗറ്റീവ് അല്ലേ, എങ്കിൽ വൈയുടെ നെഗറ്റീവ് ഭാഗത്തേക്ക്, ഇവിടെ വൈയുടെ പോസിറ്റീവ് ഭാഗത്തേക്ക്. സ്ക്വയർ ഇല്ലാത്ത ആരാണോ ആ ഭാഗത്തേക്ക്. ഏത് ഭാഗത്തേക്കാണോ പരാബോള അതിന് സ്ക്വയർ കൊടുക്കാൻ പാടില്ല. ഈ ഇത് എക്സിന്റെ ഭാഗത്തേക്കാണ്, അതുകൊണ്ട് എക്സിന് സ്ക്വയർ ഉണ്ടാവില്ല. എക്സിന്റെ ഭാഗത്തേക്കാണ്, എക്സിന് സ്ക്വയർ ഉണ്ടാവില്ല. അപ്പൊ വൈ സ്ക്വയർ സ്റ്റാർട്ട് ചെയ്യാം. ഇത് വൈയുടെ ഭാഗത്തേക്കാണ്, അതാണ് വൈ അല്ലേ, വൈക്ക് സ്ക്വയർ ഇല്ലാത്തത്. വൈയുടെ ഭാഗത്തേക്കാണ് വൈക്ക് സ്ക്വയർ ഉണ്ടാവില്ല, മറ്റൊക്കെ സ്ക്വയർ ഉണ്ടാവില്ല. പോസിറ്റീവ് ഭാഗത്തേക്കാണെങ്കിൽ +4a സ്റ്റാർട്ട് ചെയ്യാം, നെഗറ്റീവ് ആണെങ്കിൽ -4. ഓക്കെ, സ്ക്വയർ ആയിരിക്കാൻ നോക്കുക. പരാബോള ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അതിന് സ്ക്വയർ ഉണ്ടാവില്ല. എക്സിന്റെ ഭാഗത്തേക്കാണെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു, വൈയുടെ ഭാഗത്തേക്ക് മുകൾക്കോ താഴേക്കാണെങ്കിലോ എക്സ് സ്ക്വയർ ഈക്വൽ ടു. ഓക്കെ, മുകൾക്കാണെങ്കിലും പോസിറ്റീവ് പറയാം, താഴേക്കാണ് നെഗറ്റീവ് പറയാം. വലതു ഭാഗത്തേക്കാണെങ്കിൽ പോസിറ്റീവ് പറയാം, ഇടതു ഭാഗത്തേക്കാണ് നെഗറ്റീവ് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഫോക്കസിൽ കൂടി ഡയറക്ട്രിക്സിന് പാരലൽ കാരണം ഈ ആക്സിന് പെർപെൻഡിക്കുലർ വരക്കുന്ന ഈ ലെങ്ത്, ഇതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ഇതിന്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഇവിടുന്ന് പറയാം. ഇതിന്റെതാണ് ഇത്ര, ഇതിന്റെതാണ് ഇത്ര. ഈ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ആണ് എന്ത്? ആ 4a അല്ലേ, 4a എന്നുള്ളത് ഇതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണാൻ. ഇതൊക്കെയുള്ള 4a എന്താണ്? 4a എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ആണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കസ്, equation of the directrix, length of lattice rectum and the axis of parabola for the following parabolas. കുറച്ച് പരാബോളിന്റെ ഇക്വേഷൻ കൊടുക്കുന്നു. ആ ഇക്വേഷൻ വെച്ചിട്ട് അതിന്റെ ഫോക്കസിന്റെ കോർഡിനേറ്റ് കാണും, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എഴുതണം, ലാറ്റസ് റെക്ടം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണും, പിന്നെ ആക്സിസ് ഓഫ് പരാബോള കാണും. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y സ്ക്വയർ ഈക്വൽ ടു 12x. ഇതാണ് പരാബോള. ഒന്നുകിൽ y സ്ക്വയർ ഈക്വൽ ടു അല്ലെങ്കിൽ x സ്ക്വയർ ഈക്വൽ ടു. ഓക്കെ, അപ്പോ ഈ പരാബോള എക്സിന്റെ ഭാഗത്തേക്കാണോ വൈയുടെ ഭാഗത്തേക്കാണോ? എക്സിന്റെ ആണെങ്കിൽ തന്നെ മുകൾക്ക് വലത്തേക്ക് അടുത്തേക്ക, അതുപോലെ വൈഡ് ആണെങ്കിൽ തന്നെ മുകളിലേക്ക് താഴേക്ക്, അതാണ് കണ്ടുപിടിക്കുക. ഇതിൽ നെഗറ്റീവ് ഇല്ലല്ലോ, അതുകൊണ്ട് പോസിറ്റീവ് ഭാഗത്തേക്കാണ്. ആരുടെ? y സ്ക്വയർ ഈക്വൽ ടു ആണെങ്കിൽ എക്സിന്റെ ഭാഗത്തേക്ക്. എക്സിന്റെ ഭാഗത്തേക്ക് പറയുമ്പോൾ എക്സ് ആക്സും വൈ ആക്സും വരക്കാണ്. എക്സിന്റെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും, സ്ക്വയർ ഇല്ലാത്തത് എക്സിനാണ്, അപ്പൊ എക്സിന്റെ ഭാഗത്തേക്കാണ്. എക്സിനാണ് എന്ത്? വൈക്കാണ് സ്ക്വയർ എങ്കിൽ എക്സിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കും. അതും എവിടുക്കുക? മൈനസ് ആണെങ്കിൽ മൈനസ് ഭാഗത്തേക്ക്, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഭാഗത്തേക്ക്. അപ്പൊ നമ്മളെ പരാബോള ഇങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കും. അപ്പൊ ആക്സിസ് പരാബോള കിട്ടി, എക്സിന്റെ ഭാഗത്തേക്കാണ്. സോ ആക്സിസ് ഓഫ് പരാബോള ഏതാ? ഇസ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന്റെ ഭാഗത്തേക്കാണ് തിരിഞ്ഞെടുക്കുക. ഓക്കെ, നെഗറ്റീവാ പോസിറ്റീവാ എന്ന് നോക്കട്ടോ. നെഗറ്റീവ് ഭാഗത്തേക്കാളും പോസിറ്റീവ് ഭാഗത്തേക്കാളും പരാബോളിന്റെ ആക്സിസ് ഏതാണ്? ഫോക്കസ് എവിടെ ഉണ്ടാകുക?
ഫോക്കസിൽ കൂടി പോകുന്ന ലൈൻ. ഫോക്കസ് ഏതിലുണ്ടാകുക? ഈ ലൈൻ, അതായത് എക്സ് ആക്സിസ്. അതാണ് ആക്സിസ് ഓഫ് പാരാബോള. അപ്പൊ ഫോക്കസ് ഇവിടെ y സ്ക്വയർ ഈക്വൽ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫോക്കസ്. അപ്പൊ അവിടുന്ന് അതേ ദൂരം ഇങ്ങോട്ട്. ഇവിടെ ഡയറക്ഷൻ ഉണ്ടാകുക. നമുക്ക് എ ഒക്കെ കാണും അല്ലെ. ഇതിനെ കമ്പയർ ചെയ്യാം. നമ്മളെ പരാബോള ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax ഉണ്ട്, അല്ലെങ്കിൽ y സ്ക്വയർ ഈക്വൽ ടു -4x, x സ്ക്വയർ ഈക്വൽ ടു 4ay, അല്ലെങ്കിൽ x സ്ക്വയർ ഈക്വൽ ടു -4ay. ഇത്രയല്ലേ ഉള്ളൂ. ഇതുമായിട്ട് കമ്പയർ ചെയ്യും. ഇത് ഏത് മാതിരി വരുന്നത്? ഇത് y സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഇല്ല, അപ്പൊ പ്ലസിലാണ് 4ax. ഇതുമായിട്ടാണ് അല്ലെ, ഇതേ ഷേപ്പിലല്ലത്. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോ y സ്ക്വയർ ഈക്വൽ ടു x. 4a സ്ഥാനത്ത് ആരാ? 4a സ്ഥാനത്ത് ആരാ? 12 അല്ലേ. So while comparing with this one, with y square equal to 4x, we will get 4a equal to 12. 4a 12 ആണ്. Therefore from here a equal to 12 by 4 എത്ര? a 3 ആണ് കിട്ടും. ചിത്രം മനസ്സിലായല്ലോ ആദ്യം. പിന്നെ ഇക്വേഷൻ a കണ്ടു. അപ്പൊ ഇത് 3 ആണ്. അങ്ങനെയാണ് ഈ കോർഡിനേറ്റ് 0 3 ആണോ 3 0 ആണോ? 0 -3 ആണോ -3 0 ആണോ? ഏതാ നോക്കാം. ഇവിടെ നിങ്ങൾ x ആക്സിലെ എക്സിലാണോ വൈനാട് 0 പോസിറ്റീവ് ആണ് 3 0. ഇതാണ് ഫോക്കസിന്റെ കോർഡിനേറ്റ്. ഏതാ ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ് 3 0. ഇങ്ങോട്ട് 3 ലെങ്ത് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് 3 ലെങ്ത് അല്ലേ. ഇത് എക്സിന്റെ 3 ആണോ വൈന്റെ 3 ആ? എക്സിന്റെ +3 അല്ലേ. അപ്പോ ഇവിടെ എന്താ വരിക? എക്സിന് -3 കൊടുത്താൽ മതി. എക്സ് ഈക്വൽ ടു -3 ആയിരിക്കും ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. അപ്പൊ കോർഡിനേറ്റ്സ് ഫോക്കസിന്റെ കോർഡിനേറ്റ് കിട്ടി, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ കിട്ടി. പിന്നെ ആക്സിസ് ഓഫ് പരാബോള x ആക്സിസ്. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ട് അല്ലേ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ട് എന്താ? അതിന്റെ ഇക്വേഷൻ എന്താ? 4a അല്ലേ. 4a ന്റെ വില ഓൾറെഡി സെറ്റ് ആണ് 12, അല്ലെങ്കിൽ 4 × a ന്റെ വില 4 × 3 കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ഇക്വേഷൻ x സ്ക്വയർ ഈക്വൽ ടു -20y. ഇതൊരു പരാബോളിന്റെ ഇക്വേഷൻ ആണ്. ഫോക്കസിന്റെ കോർഡിനേറ്റ് കാണാം, ഡയറക്ട്സിന്റെ ഇക്വേഷൻ കാണാം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ട് കാണാം, ആക്സിസ് ഓഫ് പരാബോള കാണാം. തുടങ്ങാം. ഫിഗർ ആണ് ജസ്റ്റ് വരച്ച് വെച്ചാൽ നമുക്ക് കുറെ ധൈര്യം. y ആക്സിസ് വൈക്കല്ല സ്ക്വയർ അല്ലാത്ത മീൻസ് എക്സിന്റെ സ്ക്വയർ ഉണ്ട്. അപ്പൊ വൈയുടെ ഭാഗത്തേക്ക് പരാബോള, വൈയുടെ ഏത് ഭാഗത്തേക്കാ? വൈയുടെ നെഗറ്റീവ് ഭാഗത്തേക്ക്. അപ്പൊ പരാബോള എങ്ങനെയാണ് മനസ്സിലാക്കുക? ഫോക്കസ് ഇവിടെ വരും, ഇവിടെ ഡയറക്ട്സ് വരും. ആക്സിസ് ഓഫ് പരാബോള, പരാബോളന്റെ ആക്സിസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ആണ്, വൈക്ക് സ്ക്വയർ അല്ല. അപ്പൊ ഏതാ? ആക്സിസ് ഓഫ് പരാബോള y ആക്സിസ്. അത് കിട്ടും. ഇതിനെ കമ്പയർ ചെയ്യാം. ഇതേമാതിരി ഇക്വേഷൻ അല്ലോ. എക്സ് സ്ക്വയർ ഈക്വൽ ടു പ്ലസ് അല്ല മൈനസ് 4ay അല്ലേ. അപ്പൊ എക്സ് സ്ക്വയർ അടക്കട്ടെ, y അടക്കട്ടെ. 4a -4a ന്റെ സ്ഥലത്ത് -20, -4a ന്റെ സ്ഥലത്ത് -20 പറഞ്ഞാൽ 4a ന്റെ സ്ഥലത്ത് 20 ആണ്. ഇങ്ങനെ ഇല്ല, -4a ന്റെ സ്ഥലത്ത് -20 എന്ന് പറഞ്ഞാൽ രണ്ടും കട്ടിയാ. 4a ഈക്വൽ ടു 20 ആണെങ്കിൽ a ഈക്വൽ ടു 20/4. എത്രയാണ്? 5 ആണ്. a ന്റെ വാല്യൂ 5 പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 5 ആണെന്ന് അർത്ഥം. ഇത് x ആക്സും y ആക്സും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 0 0 ആണ് വെർട്ടെക്സ്. ഇവിടുന്ന് 5 ദൂരം ഇങ്ങോട്ട് ഇറങ്ങുമ്പോ കോർഡിനേറ്റ് വൈയുടെ കോർഡിനേറ്റ് നെഗറ്റീവിൽ വരുമ്പോ -5 0 ആണോ 0 -5 ആണോ? 0, -5. ഇതായിടുക വൈയുടെ -5. y -5 അല്ലത്. y -5 ആണെങ്കിൽ ഇവിടെ y +5 ഉണ്ടാകുക ഇക്വേഷൻ. കാരണം ഇത് ലെങ്ത് 5 ആകുമ്പോൾ ഇത് ലെങ്ത് 5 ആണ്. വൈയുടെ പോസിറ്റീവ് ആയതുകൊണ്ട് y ഈക്വൽ ടു +5. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആയി, കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ് ആയി, ആക്സിസ് ഓഫ് പരാബോള ആയി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് എപ്പോഴും 4a ആണ്. 4 × a ന്റെ വാല്യൂ ഇതാ. 4a ന്റെ വാല്യൂ സെറ്റാ 20 ആണ്. അല്ലെങ്കിൽ 4 × 5 കൊടുത്താലും ഓക്കെ. മൈനസ് കൊടുക്കരുത് കേട്ടോ. ലെങ്ത് എപ്പോഴും പോസിറ്റീവ് വരാം. ഇതാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y. വൈയുടെ ഭാഗത്തേക്ക് പരാബോള, പരാബോളന്റെ ആക്സിസ് y ആക്സ് ആണ്. വൈയുടെ പോസിറ്റീവ് ഭാഗമാണ് 4 ആണല്ലേ, +4 അല്ലേ. ആക്സിസ് y ആണ്. അപ്പൊ y ഈക്വൽ ടു ആണ് വരും. ഇവിടെ പോയിന്റ് വരും. ഇതിനെ y ആക്സ് ആണ് ആക്സിസ് ഓഫ് പരാബോള. ഇതിനെ ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? ഇതേമാതിരി ഇക്വേഷൻ x സ്ക്വയർ ഈക്വൽ ടു -അല്ല +4ay. അപ്പൊ y യുടെ സ്ഥാനത്ത് y ഉണ്ട്, x സ്ക്വയർ ഉണ്ട്. ഇവിടെ 4a യുടെ സ്ഥാനത്ത് ആരാ? 4a യുടെ സ്ഥാനത്ത് 4 ആണ്. സോ 4a ഈക്വൽ ടു 4 മീൻസ് a ഈക്വൽ ടു 4/4. a യുടെ വാല്യൂ 1 ആണ്. അപ്പൊ ഇവിടെ നിന്നിട്ട് 1 ആണ് അർത്ഥം. 1 0 ആണോ 0 1 ആണോ 0 -1 ആണോ -1 0 ആണോ? y അല്ലേ. അപ്പൊ ഇവിടുത്തെ 0 പോസിറ്റീവ് അല്ലേ പോണത് 1 0 1. വൈയുടെ കോർഡിനേറ്റ് +1 ആണ് എങ്കിൽ y ഈക്വൽ ടു -1 ആയിരിക്കും. ഇത് 1 അല്ലേ ലെങ്ത്, കീപ്പട്ട് അതുകൊണ്ട് മൈനസ്. ഇതാണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. പരാബോളിന്റെ ആക്സിസ് കിട്ടി, y ആക്സിസ് കോർഡിനേറ്റ് കിട്ടി, ഇക്വേഷൻ ആയി. ഇതെന്താ? ലെങ്ത് ഓഫ് ലാറ്റസ് വെക്ടർ 4a. 4a ന്റെ വാല്യൂ എത്രയാ? 4. അപ്പൊ അത് y. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
find the equation of the parabola with focus -2 0 and vertex 0 0. 0 0 vertex ആയിട്ട് -2 0 ഫോക്കസ് ആയി വരുന്ന പരാബോളിന്റെ ഇക്വേഷൻ കാണാനാണ്. ഇത് നമുക്ക് നോക്കാം. 0 0 അല്ലെ, അത് വലത്തേക്കോ ഇടത്തേക്കോ മുകൾക്കോ താഴേക്കോ. ഇതാണ് ഫോക്കസ്. -2 0 അവിടെ ഇരിക്കില്ല. -2 0 എന്നാൽ എക്സിന്റെ -2 ഇതാ -1 -2. ഇവിടെ ഫോക്കസ് അല്ലെങ്കിൽ പരാബോള ഇങ്ങനെ നിൽക്കാം അല്ലെ. അപ്പൊ ഇതാണ് ഫിഗർ. ഫോക്കസ് വെർട്ടെക്സ് 0 0, ഫോക്കസ് -2 0. ഇതിന്റെ ഇക്വേഷൻ എന്താ? x² ഈക്വൽ ടു ആണോ y² ഈക്വൽ ടു? എക്സിന്റെ ഭാഗത്തേക്കല്ലേ, എങ്കിൽ y² ഈക്വൽ ടു. y² ഈക്വൽ ടു ആണെങ്കിൽ 4a ഉണ്ടാവും, x ഉണ്ടാവും. നെഗറ്റീവ് ഭാഗത്തേക്ക് ഇതാണ് ഇക്വേഷൻ അല്ലെ. പക്ഷെ എന്റെ വാല്യൂ കാണും. ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് -2 0 ആളെ കാരണം ഇങ്ങോട്ട് 2 ലെങ്ത് ആയതുകൊണ്ട് ലെങ്ത് നമ്മൾ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ലെങ്ത് 2 ആണ്. എയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 2 ആണ്. a ഈക്വൽ ടു 2 അല്ലെ. അവിടെ a 2 കൊടുത്തു നോക്കാം. y² ഈക്വൽ ടു എന്താ? 4 × 2 × x എന്ന് പറഞ്ഞാൽ 8x. y² ഈക്വൽ ടു 8x. ഒരു മൈനസ് ഉണ്ട് അല്ലെ. y² ഈക്വൽ ടു -8x. അതാണ് പരാബോളിന്റെ ഇക്വേഷൻ. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള with vertex at point 0 0 and passing through the point 5 5 and it is symmetric with respect to y axis. ഇതാണ് വെർട്ടെക്സ് വരാം. ഈ ഇതിൽ കൂടി ആ പരാബോള പാസ് ചെയ്ത് പോകുന്നുണ്ട്. മാത്രമല്ല വൈക്ക് സിമെട്രിക്കുമാണ്. അങ്ങനെയുള്ള പരാബോളിന്റെ ഇക്വേഷൻ നോക്കാം നമുക്ക്. ഒന്നെങ്കിൽ ഇടത്തേക്ക് അല്ലെങ്കിൽ വലത്തേക്ക് അല്ലെങ്കിൽ മുകൾക്ക് താഴെ എങ്ങനെയാണെങ്കിൽ വെർട്ടെക്സ് 0 0. ഇനി പരാബോള ഇങ്ങോട്ടും അങ്ങോട്ടും മുകൾക്കും താഴോട്ടുന്നതാണ്. ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടാണെങ്കിൽ ഇതാണ് എക്സിന് സിമെട്രിക് എന്ന് പറയാം. ഇത് രണ്ടും എക്സിന് സിമെട്രിക് ആണ്. അതായത് ഇവിടെ നമ്മൾ മിറർ വെച്ചാൽ, കണ്ണാടി വെച്ചാൽ നമ്മളുടെ കണ്ണാടിയുടെ ചില്ല് ഇവിടെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രതിബിംബം അല്ലെ ഇതേമാതിരി നീക്കം നോക്കി നമുക്ക് ഇത് ഇങ്ങനെ കാണാം. ഇങ്ങനെ വെച്ചാലോ, ഇവിടെ ചില്ലാണെങ്കിൽ നമുക്ക് ഇത് കാണും. ഇതികൂടെ നോക്കുമ്പോൾ നമുക്ക് തന്നെ കാണും. ഇതിനെ ഈ ഭാഗത്തിനെ നമുക്ക് അതിലൂടെ കാണാം അല്ലെ. ഈ കണ്ണാടിയിൽ കൂടെ കാണുമ്പോൾ നമുക്ക് ഈ ഫിഗർ കിട്ടും. ഇതാണ് എക്സിന് സിമെട്രിക്. വൈക്ക് സിമെട്രിക് ഇതാ ഈ രണ്ടെണ്ണം. ഇവിടെ ഒരു മിറർ വെക്കുക കണ്ണാടി. ഇവിടെ ചില്ലാണെങ്കിൽ നമുക്ക് ഈ ഭാഗം മാത്രം കണ്ണാടിയിൽ കൂടെ കാണും. അത് കാണുമ്പോ ഈ ഷേപ്പിലേക്ക് നിൽക്കും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെക്കുക, ഇങ്ങോട്ട് വെച്ചാൽ ഇതാണ് വൈക്ക് സിമെട്രിക്, ഇതാണ് എക്സ് സിമെട്രിക്. ഓക്കെ, ആക്സിസ് അതേ പറ്റില്ല. അപ്പൊ വൈക്കാണ് സിമെട്രിക്. അപ്പൊ ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴോട്ടാണ്. 0 0 ആണ് വെർട്ടെക്സ്. 5 5 പാസ് ചെയ്യുന്നു. ഇതിന് ഏതാ 5 5 ഉണ്ടാകുക? പ്ലസും പ്ലസും ഇവിടെ വരും. ഇത് മൈനസ് പ്ലസ് അവിടെ ഇല്ല. ക്വാഡ്രന്റ് ഓർമ്മല്ലേ? ഇത് മൈനസ് മൈനസ്, ഇത് പ്ലസ് മൈനസ്. അപ്പൊ 5 5 പറഞ്ഞ പോയിന്റ് ഇതാ. ഇതിൽ കൂടി പാസ് ചെയ്യുന്ന പരാബോള ഏതാ? മൊത്തം 4 പരാബോള ഉണ്ട്. ഈ പരാബോള അതിലോ പാസ് ചെയ്യില്ല. ഈ താഴേക്കുള്ള പരാബോളയും പാസ് ചെയ്യില്ല. ഇങ്ങനെയുള്ള പരാബോള പാസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയും ചാൻസ് ഉണ്ട്. പക്ഷെ വൈക്ക് സിമെട്രിക് ആണല്ലോ. അപ്പോ എല്ലാം കൊണ്ടും മേധാവിലായി ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത വൈക്ക് സിമെട്രിക് ആണ്. 5 5 കൂടെ പാസ് ചെയ്യും, വെർട്ടെക്സ് 0 0. ഇങ്ങനെയുണ്ടല്ലോ പരാബോള, അത് 5 5 കൂടെ പാസ് ചെയ്യും, വെർട്ടെക്സ് ഒക്കെ. പക്ഷെ സിമെട്രിക് വൈക്കല്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. ഇപ്പൊ തന്നെ ഇക്വേഷൻ മനസ്സിലാക്കുക. വൈക്ക് ആയതുകൊണ്ട് x² ഈക്വൽ ടു 4ay ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് തന്നെയാണ്. ഓക്കെ, പാസസ് ത്രൂ 5 5 5 5 കൂടെ പാസ് ചെയ്തു. ഒരു പരാബോള ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നത് പറഞ്ഞാൽ എക്സിന് ഈ നമ്പറും വൈക്ക് ഈ നമ്പറും കൊടുത്താൽ ഈ ഇക്വേഷൻ ശരിയാവും. ഓക്കെ, ഒരു ഇക്വേഷൻ, ഒരു ലൈനിന്റെ ഇക്വേഷൻ, ഒരു ലൈന് 3 4 എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ ആ ലൈനിൽ എക്സിന് 3 മറ്റിന് 4 കൊടുത്താൽ ആ ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ പരാബോള 5 5 യുടെ പാസ് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പൊ എക്സിന് 5 വൈക്ക് 5 കൊടുത്താൽ ശരിയാവും. എക്സിന് 5 നമുക്ക് എയുടെ വാല്യൂ കിട്ടില്ല. എയുടെ വാല്യൂ ഇതാണ് ഇക്വേഷൻ. ഇനി എയുടെ വാല്യൂ കൊടുത്താൽ നമ്മൾ ഇക്വേഷൻ ആയി. സിൻസ് ദിസ് പരാബോള പാസസ് ത്രൂ 5 5 എക്സിന് വൈക്കും 5 കൊടുത്താൽ അപ്പൊ എന്ത് കിട്ടും? 5² ഈക്വൽ ടു 4a ഇൻറ്റു വൈയുടെ വാല്യൂ 5. ഇത് 25 അല്ലേ? 25 ഈക്വൽ ടു 20a എന്ന് കിട്ടും. 20a കിട്ടും. Therefore 25 ഇവിടെ a എഴുതി, ഇവിടുത്തെ 20 കിട്ടുമ്പോ by 20. 5 കൊണ്ട് കട്ട് ചെയ്യാം. ഇതിൽ എത്ര? 5. ഇതിലോ 4. 5/4 ഈക്വൽ ടു a. എയുടെ വാല്യൂ കിട്ടി 5/4.
അപ്പൊ നമ്മളെ പരാബോളയുടെ ഇക്വേഷൻ എന്താവും? x² = 4ay എന്നല്ലേ? എന്താവും? x² = 4 into എന്റെ വാല്യൂ ഇതാ y/4. ഇതാണ് എന്റെ വാല്യൂ 4ay. ഇത് രണ്ടും കട്ട് ചെയ്താ ഇത് കിട്ടും 5y. x² = 5y എന്ന് കിട്ടും. ഇതാണ് ആ പരാബോളന്റെ ഇക്വേഷൻ. Okay, next one, ellipse. An ellipse is the set of all points in a plane, the sum of whose distances from the two fixed points is a constant. The two fixed points are called the foci of the ellipse. The midpoint of the line segment joining the foci is called the center of the ellipse. And the line passes through the foci is called the major axis, and the line passes through the center and perpendicular to the major axis is called the minor axis, and the endpoints of the major axis are called the vertices of ellipse. Okay, എന്താണ് എലിപ്സ് ഉള്ളത്? പരാബോള നമ്മൾ പറഞ്ഞു, ഒരു ഫിക്സ് ചെയ്ത പോയിന്റും ഒരു ഫിക്സ് ചെയ്ത ലൈനും, അവിടേക്ക് രണ്ടുപേരത്തേക്കും ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ കഴിവുള്ള പോയിന്റുകളുടെ കളക്ഷന്റെ പേരാണ് പരാബോള, അല്ലെ? അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി എലിപ്സ് എന്നുള്ളത് കോണി സെക്ഷനില് 90 ഡിഗ്രി ആവുമ്പോ സർക്കിൾ പറഞ്ഞു നമ്മള്. പിന്നെ അത് 90ൽ കുറഞ്ഞ് പരാബോളയേക്കാൾ കുറച്ച് വലുതാവുക, എന്നാൽ 90യേക്കാൾ ചെറുതാവുന്ന ചെയ്യുന്ന സമയത്താണ് അതെന്താവുക? എലിപ്സ് ആവുക. പിന്നെ ആൽഫയും ബീറ്റയും ഈക്വൽ ആയി വരുമ്പോ അപ്പോഴാണ് അതെന്താവുക? രണ്ടും ഈക്വൽ ആവുമ്പോഴാണ് പരാബോള ആവാന്നൊക്കെ പറഞ്ഞത്, അല്ലെ? ഇവിടെ നമ്മൾ എലിപ്സ് ആണ് പറയുന്നത്. നമ്മളതൊന്ന് കുറച്ച് ചെരിച്ച് ചെത്തിയാൽ അപ്പൊ നമുക്ക് എലിപ്സ് കിട്ടും. ഷേപ്പ് ഒക്കെ പറഞ്ഞിരുന്നു. എലിപ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റുകളാണ് ഫിക്സ് ചെയ്ത്, ടു ഫിക്സഡ് പോയിന്റ്സ്. ഈ രണ്ട് പോയിന്റിലേക്കും എലിപ്സിലെ പോയിന്റ്, എലിപ്സിന്റെ ഡെഫിനേഷൻ, എലിപ്സ് ആവാൻ പറ്റുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും കുറച്ച് പോയിന്റ് അല്ല, ആ പോയിന്റുകളുടെ പ്രത്യേകത. ഇത് എലിപ്സിലെ ഒരു പോയിന്റ് ആണ് എങ്കിൽ, ഇത് എലിപ്സിലെ ഒരു പോയിന്റ് ആണ് എങ്കിൽ ഇത് എലിപ്സിലെ ഒരു പോയിന്റ് ആണ് എങ്കിൽ ഇവിടുന്ന് ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്ത പോയിന്റ്. F1ഉം F2 കൊടുക്കാം. ഇവരാണ് ഫോക്കസ്. ആ ഫിക്സ് ചെയ്ത പോയിന്റ് പേരാണ് ഫോക്കസുകൾ കേട്ടോ. ഫോക്കസുകൾ, ഫോസൈ എന്നാ പറയാ. ഇത് എലിപ്സിലെ പോയിന്റ് ആണ് എങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അങ്ങോട്ടുള്ള ഡിസ്റ്റൻസും കൂട്ടുക. ഇപ്പോ ഇതൊരു 3ഉം ഇതൊരു 9ഉം ആണെങ്കിൽ അപ്പൊ കൂട്ടിയത്ര ഇട്ടാ 12. പിന്നെ ഇവിടെ ഒരു പോയിന്റ്, ഇത് എലിപ്സിലെ പോയിന്റ്, ഇതും ഇതും കൂട്ടി വെക്കും. ഇത് 4ഉം അത് 8ഉം വെക്കണം. അപ്പോഴും 12 കിട്ടിയെങ്കിൽ ഇതും ഈ ഡിസ്റ്റൻസും ആ ഡിസ്റ്റൻസും കൂട്ടും. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് 10ഉം ഇങ്ങോട്ട് 2 ആണ്. മതിയല്ലോ, 10ഉം 2ഉം കൂട്ടിയ 12 അല്ലേ? അങ്ങനെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അങ്ങോട്ടുള്ള ഡിസ്റ്റൻസും കൂട്ടിയാൽ കിട്ടുന്നതൊക്കെ ഒരേ സമ്മ തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള പോയിന്റുകളുടെ കളക്ഷനെയാണെന്ന് പറയാം. അങ്ങനെയുള്ള പോയിന്റുകളുടെ കളക്ഷൻ ആണെന്ന് പറയാം. അതിനാണ് എന്താ പറയാ? എലിപ്സ് എന്ന് പറയാം. അപ്പൊ ഇത് എലിപ്സിലെ പോയിന്റ് ആവാനുള്ള കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് 5ഉം ഇവിടുന്ന് ഇങ്ങോട്ട് 7ഉം, 5ഉം 7ഉം കൂട്ടിയൊക്കെ 12 അല്ലെ? ഇത് എലിപ്സിലെ പോയിന്റ് ഏതാ? ഇത് രണ്ടും കൂട്ടുക. ഇതും 6 ആണ്, അതും 6 ആണ്. കൂട്ടിയതാ ഇത് 11, ഇത് 1, അല്ലെങ്കിൽ ഇത് 10, 1, ഇങ്ങനെ. ആ രണ്ട് സമ്മുകളും രണ്ട് ഡിസ്റ്റൻസുകളുടെ സമ്മ് ഈക്വൽ ആയി വരുന്നവരുടെ ഒക്കെ കളക്ഷൻ, അതിനാണ് എന്താ പറയാ? അതിനെയാണ് എലിപ്സി എന്ന് പറയുന്നത്. ഈ ഫിക്സ് ചെയ്ത പോയിന്റുകളുടെ പേരാണ് ഫോസൈ, ഫോക്കസുകൾ. ഈ ഫിക്സ് ചെയ്ത പോയിന്റിൽ കൂടി പോകുന്ന വരയുടെ പേരാണ് മേജർ ആക്സിസ്. ആ മേജർ ആക്സിന്റെ രണ്ട് അറ്റങ്ങളുണ്ട്, ഇവിടെ ഇവിടെ ഉണ്ടാവും. അതിനെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. വെർട്ടീസസ്, വെർട്ടെക്സുകളാണ്. രണ്ട് വെർട്ടെക്സ് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പരാബോളക്ക് നമ്മൾ എന്താ പറയുന്നത്? ഒരു വെർട്ടെക്സ്, ഒരു ഫോക്കസ്. ഇവിടെ രണ്ട് ഫോക്കസ് ഉണ്ട്, രണ്ട് വെർട്ടെക്സ്. ഈ ഫോക്കസുകൾ തമ്മിൽ യോജിപ്പെട്ട ഈ ലൈൻ സെഗ്മെന്റ് ഉണ്ടല്ലോ, ഇവിടുന്ന് വേണം വരെ, അതിന്റെ നടു, അതിന്റെ മിഡ് പോയിന്റിനാണ് എലിപ്സിന്റെ സെന്റർ എന്ന് പറയുന്നത്. ആ മിഡ് പോയിന്റിൽ കൂടെ ഒരു വര വരക്കാം. എങ്ങനെ? ഇതിന് മേജറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വര വരച്ചു, ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രി വര വെച്ചാൽ ഈ വരക്കണ ഈ വരന്റെ പേരാണ് എന്ത്? ഈ ലൈൻ സെഗ്മെന്റിന്റെ പേരാണ് മൈനർ ആക്സിസ്.
ഇത് മേജർ ആക്സ്, എൻ പോയിന്റ് എലിപ്സ് തട്ടും. ഇത് മൈനർ ആക്സിസ്, മൈനർ എന്ന് ചെറുത്, മേജർ പോയിന്റ്. ഓക്കെ, ഇതാണ് അതിന്റെ സെന്റർ. മേജർ ആക്സും മൈനർ ആക്സും ഇന്റർസെക്ട് ഈ പോയിന്റ്, അതാണ് സെന്റർ. ഫോക്കസ് ഇങ്ങോട്ടും അങ്ങോട്ടും ഇതാ, ഇവിടെ അങ്ങോട്ടൊക്കെ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഓക്കെതാ രണ്ട് ഫോക്കസ്, എലിപ്സ്. എലിപ്സിന്റെ ഡെഫിനേഷൻ, ഇവിടെ ഒരു പോയിന്റ് എടുക്കുക P1, ഇവിടെ പോയിന്റ് P2, P3, P4, അങ്ങനെ എലിപ്സിന്റെ കുറെ പോയിന്റുകൾ. എലിപ്സിലെ പോയിന്റ് ആവണമെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കാണും, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും രണ്ട് കൂട്ടും. ഈ ഡിസ്റ്റൻസിന് പേരെന്താ? P1F അല്ലെ? അതിന്റെ പേരോ? അത് P1F2. അത് തമ്മിൽ കൂട്ടുക, ഇതും ഇതും ഈ ദൂരം കൂട്ടുക. കാരണം നമ്മൾ 12 കൂട്ടിയ വരെ എത്ര കിട്ടും? അത് എത്രയാണോ അത് തന്നെ ആയിരിക്കണം. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും കൂട്ടുക. ഈ ഡിസ്റ്റൻസിന്റെ പേര് P2F1, അതിന്റെ പേര് P2F2. അതേ ഡിസ്റ്റൻസ്, അതേ സമ്മേനെ കിട്ടുന്നത് ഇത് രണ്ടും കൂട്ടിയത് ഏതാ? P1 P3F1 പ്ലസ് P3F2 ഈക്വൽ. അങ്ങനെ പോകണം. എലിപ്സിലെ പോയിന്റ് ആവണമെങ്കിൽ അവിടുന്ന് രണ്ട് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ സമ്മ് കൂട്ടും, പിന്നെ അങ്ങനെ കൂട്ടും. ആ സമ്മുകൾ ഈക്വൽ ആയിട്ട് വരണം. അത് എങ്ങനെയാണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എലിപ്സിലെ പോയിന്റ് ആവും. അങ്ങനെയുള്ളവരുടെ കണക്ഷനാണ് എലിപ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഫോക്കസ്, ഫോക്കസിൽ കൂടി വരക്കണ വര, അതാണ് മേജർ ആക്സിസ് വലുത്. ആ മേജർ ആക്സിസിന്റെ അറ്റങ്ങൾ ഇവിടെ ഇതിനെയാണ് വെർട്ടീസസ് എന്ന് പറയുന്നത്, വെർട്ടെക്സുകൾ. ഇത് തമ്മിൽ കൂട്ടിക്കൊണ്ട് ഇതിന്റെ മിഡ് പോയിന്റ് അതിന്റെ മിഡ് പോയിന്റിൽ കൂടി വരക്കണ വരെയാണ് എന്ത്? മൈനർ ആക്സിസ്. ഇവിടെ എക്സ് ഇതും കൂട്ടിക്കൊണ്ട പോലെ ഇത് 0 0. ഇവിടുന്ന് ഇങ്ങോട്ട് ഫോക്കസിലെ ലെങ്ത് ആണ് ഫോക്കസ്. ഇതിനെ C0 എന്നാണ് പറയുന്നത്. ഇത് -C0 പ്ലസ് C0 മൈനസ് C0, അതായത് പ്ലസ് ഓർ മൈനസ് C0. ഇതാണ് ഫോക്കസിന്റെ കോർഡിനേറ്റ്സ്. ഇപ്പൊ 4 ആണെങ്കിൽ അത് 40 മൈനസ് 40, രണ്ട് ഫോക്കസ് ഉണ്ടോ? ഈ ലെങ്തിനെയാണ് C എന്ന് പറയുന്നത്. അപ്പൊ ഇത് C തന്നെയാണോ? ഈ ലെങ്ത് C. ഇവിടുന്ന് സർക്കിളിന്റെ സെന്റർ, ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതിന് ഇതിനെ A എന്ന് വിളിക്കും, സ്മോൾ ലെറ്റർ A. അപ്പൊ ഇത് A ആണെങ്കിൽ ഇത് A0, അപ്പൊ ഇതും A തന്നെയാണ്. അപ്പൊ അത് -A0. അപ്പൊ വെർട്ടെക്സ് പ്ലസ് ഓർ മൈനസ് A0 ആയിട്ട് വരും, പ്ലസ് ഓർ മൈനസ് A0. ഇവിടുന്ന് ഇങ്ങോട്ട് B ആണ് ലെങ്ത്, അപ്പൊ ഇങ്ങോട്ടും B ആണ്. ഇത് 0B മുകളിൽ വരും, 0 മൈനസ് B താഴെ വരും. ഓക്കെ, അത് മൈനർ ആക്സിന്റെ എൻഡ് പോയിന്റ്സ്. ഇവിടുന്ന് ഇവിടെ വരെ മൊത്തം എത്ര ഉണ്ട്? ഇവിടുന്ന് അങ്ങോട്ട് A, ഇവിടുന്ന് ഇങ്ങോട്ടും A ആണ്. അതുകൊണ്ട് 2A ഉണ്ടാകും. ലെങ്ത് ഓഫ് മേജർ ആക്സിസിന്റെ ലെങ്ത് 2A ആയിരിക്കും. ഫോക്കസിൽ കൂടി പോണ വരെ അതാണ് വലുത് മേജർ ആക്സിസ്, അത് 2A ആയിരിക്കും. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് A ദൂരം, ഇവിടുന്ന് ഇങ്ങോട്ട് A ദൂരം. മൈനർ ആക്സിസിന്റെ ലെങ്ത് അങ്ങോട്ടും B ഇങ്ങോട്ടും 2B ആയിരിക്കും. ഓക്കെ, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് വന്നത് പ്ലസ് ഓഫ് C0 മൈനസ് C0. എലിപ്സ് ഇങ്ങനെയാണെങ്കിൽ കേട്ടോ, അങ്ങനെയാണെങ്കിലാണ് ഇത് എക്സ് ആക്സ് വലുതാവുക, വൈ ആക്സ് ചെറുതാവുക. മേജർ ആക്സ് ഏതാ? എക്സ് ആക്സ്, മൈനർ ആക്സ് വൈ ആക്സ്. ഓക്കെ, ഇനി വേറൊന്നുണ്ട്. പരാബോളക്ക് നമ്മൾ 4 ഫിഗറിലെ എലിപ്സിന് 2 ഫിഗർ ഉണ്ട്. ഒന്നുകിൽ ഇങ്ങനെ ഉണ്ടാവും, എക്സ് ആക്സ് വലുതായിട്ട്, അല്ലെങ്കിൽ വൈ ആക്സ് വലുതായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഓർക്കും. C0 മൈനസ് C0. പരാബോള ഫോക്കസ് എവിടെയാണോ എക്സ് ആക്സിലാണെങ്കിൽ അതിൽ തന്നെ ആയിരിക്കും വെർട്ടെക്സ് ഉണ്ടാകും അല്ലെ? ഫോക്കസിൽ കൂടി പോണ വരെയാണല്ലോ മേജർ ആക്സ്. അപ്പൊ വെർട്ടെക്സും ആണ് 0 രണ്ടാമത് വരും. ഓക്കെ, ലെങ്ത് ഓഫ് മേജർ ആക്സ് ഇത് 2B ആണ് മേജർ ആക്സ്, 2E ആണ് മേജർ ആക്സ്. ഓക്കെ, പിന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് 2B² ഇതാണ് LLR, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് മേജർ ആക്സ് എത്ര ഉണ്ടാകും? അത് 2A ഉണ്ടാകും, മൈനർ ആക്സ് 2B ഉണ്ടാകും. ഇതാണ് ഓക്കെ ഫിഗർ. ഇങ്ങനെയുള്ള എലിപ്സിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. x² by A² plus y² by B² equal to 1. ഇതാണ് ഈ എലിപ്സിന്റെ ഇക്വേഷൻ. ഇനി വേറെ എലിപ്സിന്റെ ആ എലിപ്സ് എങ്ങനെ വരാം?
മുകളിലേക്ക് y ആക്സ് ആണ് വലുതായിട്ട് വരും, മേജർ ആക്സ് എക്സ് ആക്സ് ചെറുതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ പറയണ്ട ഇവിടുന്ന് ഇവിടം വരെ സി, ഇവിടുന്ന് അവിടം വരെ എ ആണ്. അപ്പൊ എ ആണ് വലുത്, സി ഇത്ര ഉള്ളൂ. എയും സിയും എടുത്താൽ എ വലുതാണ് സി. ഇത് സി ആണ്, ഇവിടുന്ന് ഇവിടം വരെ എ, ഇവിടുന്ന് ഇവിടം വരെ ബി. ബി എപ്പോഴും എനേക്കാൾ ചെറുത്. ബി എന്താ? ബി മേജർ ആക്സ് അല്ലേ, സെമി അല്ലേ, എന്റെ പകുതിയാണ്. ഇത് എ ആണ്. ഇത് അപ്പോ എ വലുതായിരിക്കും ആരേക്കാൾ? ബിനേക്കാളും വലുതായിരിക്കും സിനേക്കാൾ. എ ആണ് ഏറ്റവും വലുത്. സോ ടു ഗെറ്റ് എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ബിന്റെ സ്ക്വയറും സിന്റെ സ്ക്വയറും, ഇതിന്റെ സ്ക്വയറും കൂട്ടി എത്രയാണോ അതായിരിക്കും എന്റെ സ്ക്വയർ വരിക. അതാണ് ഇക്വേഷൻ. ഇതാണ് രണ്ട് എലിപ്സിന്റെ ഫിഗേഴ്സ്. രണ്ടെണ്ണം കേട്ടോ, പരാബോളക്ക് നമ്മൾ 4 ഇങ്ങനെയാണ് ഒന്ന് വരുന്നത്. ഇതില് മേജർ ആക്സ് എക്സ് ആക്സ് ആണ്, മൈനർ ആക്സ് വൈ ആക്സ്. ഇങ്ങനെയാണെങ്കിൽ ഫോക്കസ് നമുക്കറിയാം. ഇതാ F1 F2, ഇവിടുത്തെ F1 F2 ഇവിടെ. ഇത് എലിപ്സിന്റെ സെന്റർ, ഇവിടെ എലിപ്സിന്റെ സെന്റർ ആണ്. ഈ ദൂരം എ ഉണ്ട്, അപ്പൊ ഈ ദൂരം എ. അപ്പൊ ഇത് A0യും മൈനസ് A0. അതായത് വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് പ്ലസ് ഓർ മൈനസ് എ ദെൻ 0. വെർട്ടെക്സിലുള്ള ഭാഗത്തിനേക്കാൾ ഫോക്കസിൽ കൂടി പോണ ലൈനിന്റെ പേരാണ് മേജർ ആക്സ്. അപ്പൊ വെർട്ടെക്സ് പ്ലസ് ഓർ മൈനസ് A0 ആണെങ്കിൽ ഫോക്കസും അതേമാതിരി പ്ലസ് ഓർ മൈനസ് എന്ത് 0 ആയിരിക്കും? ഇവിടെ സി അല്ലേ, ഈ ലെങ്ത് സി അല്ലേ, അപ്പൊ C0 കണ്ടോ. ഇതേമാതിരി തന്നെയാണ് ഫോക്കസ് വരുന്ന തന്നെ വെർട്ടെക്സ് വരും കേട്ടോ. ലെങ്ത് ഓഫ് മേജർ ആക്സ്, പിന്നെ ലെങ്ത് ഓഫ് മേജർ ആക്സ് എപ്പോഴും മേജർ ആക്സ് അപ്പോഴാണ് ഇപ്പോഴാണെങ്കിലൊക്കെ അതിന്റെ ലെങ്ത് 2e ആണ്. മൈനർ ആക്സ് ആണെങ്കിൽ 2b ആണ്. എ സ്ക്വയർ ആണ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. എ ആണ് വലുത് ബി യേക്കാൾ, എ ആണ് വലുത് സി യേക്കാൾ. ഇവിടെ മേജർ ആക്സ് എക്സ് ആക്സ്, മൈനർ ആക്സ് വൈ ആക്സ്. അപ്പോ എ ആണോ ബി ആണോ വലുത്? എ ആണ് വലുത് അല്ലെ. എക്സ് ആക്സ് വൈ ആക്സിലാണ് നമ്മൾ മേജർ ചെയ്യുന്നത് എക്സ്. അപ്പൊ എക്സ് ആണ് വലിയ ആക്സസ്. എയും ബിയും കമ്പയർ ചെയ്താൽ, എയും ബിയും കമ്പയർ ചെയ്താൽ എ ബി വലുത്, എ ആണ് വലുത്. എക്സ് ആക്സ് വൈ ആക്സ് കമ്പയർ ചെയ്താൽ വലുത് എക്സ്. അപ്പൊ വലിയ ആക്സിന്റെ ചോട്ടിൽ വലിയ നമ്പർ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പൊ പിന്നെ മറ്റെന്താ? വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് ഇവിടെയുള്ള ഇക്വേഷൻ. പിന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b സ്ക്വയർ ബൈ എ, 2b സ്ക്വയർ ബൈ എ. ഓക്കെ, ഇതാണ് LLR. ഇവിടേക്ക് വരാം. ഇത് 0 0. ഇവിടുന്ന് അങ്ങോട്ട് ബി ലെങ്ത്, ഇവിടുന്ന് ഇങ്ങോട്ട് ബി ലെങ്ത്. മേജർ ആക്സിന്റെ മൊത്തം, മൈനർ ആക്സിന്റെ മൊത്തം ലെങ്ത് 2b ആണ്. സെമി മൈനർ ആക്സിസ്, മൈനർ ആക്സിന്റെ സെമി അത് ബി ലെങ്ത്. ഇത് മൊത്തം മൈനർ ആക്സിസ് അല്ലേ. മൈനർ ആക്സിന്റെ ലെങ്ത് വരികയാണെങ്കിൽ 2b. സെമി മൈനർ ആക്സ് പറയുമ്പോൾ എന്താ? അതിന്റെ പകുതി ബി അല്ലെ. ഇവിടുന്ന് ഇവിടം വരെയാണ് മേജർ ആക്സ്. മേജർ ആക്സിന്റെ ലെങ്ത് 2e ആണ്. സെമി മേജർ ആക്സ് ആണെങ്കിലോ വെറും എ ഉണ്ടാവും അല്ലെ. സെമി എന്ന പകുതി അല്ലേ. ഇത് ഏതാ വരിക? പോയിന്റ് കോർഡിനേറ്റ്സ് ഫോക്കസ് ആകുമ്പോ C0 അല്ല, 0C അല്ല. ഇത് 0C, ഇത് 0 മൈനസ്. അതായത് 0 പ്ലസ് ഓർ മൈനസ്. ഫോക്കസ് നോക്കണേ. വൈ ആക്സിസ് ആണ് മേജർ ആക്സ് ആയിട്ട് വരുന്നെങ്കിൽ, ഇങ്ങനെയാണ് എലിപ്സ് എങ്കിൽ 0 പ്ലസ് ഓർ മൈനസ് ഓർക്കുക. 0 പ്ലസ് ഓർ മൈനസ് ഫിഗർ കൊടുത്താൽ മതി. ഇതേമാതിരി തന്നെ ഫോക്കസ് വെർട്ടെക്സ് വരാം. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എ ദൂരാണെങ്കിൽ 0a, ഇവിടുന്ന് ഇങ്ങോട്ട് എ ദൂരല്ലേ, അപ്പൊ 0 മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് എ. ഈ ഷേപ്പിലേക്കായിരുന്നു ഉണ്ടാവുക വെർട്ടെക്സ്. ഇവിടെ 0 ആണ്, ഇവിടെയും 0 കണ്ടാ. ഇവിടെ ആദ്യം, ഇവിടെ അവസാനം 0 ആണ്, അപ്പൊ ഇവിടെ അവസാനം 0. അപ്പൊ ഇത് പറഞ്ഞു മേജർ ആക്സ് ലെങ്ത്, മൈനർ ആക്സ് ലെങ്ത് പറഞ്ഞു. പിന്നെ നമ്മള് LLR പറഞ്ഞു. ഇവിടെ എ സ്ക്വയർ. ഇതിന്റെ ഇക്വേഷൻ എക്സ് വൈ അതുപോലെ എ ബി. എ ബി ആ വലുത്, എ ആണ് വലുത് അല്ലെ. ഇവിടെ എക്സ് ആ വലുത്, എക്സ് ആക്സ് വൈ ആക്സ് വലുത്, വൈ ആക്സ് അല്ലേ വലുത്. അപ്പൊ വൈന്റെ ചോട്ടിൽ എ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ചോട്ടിലാണ് ബി സ്ക്വയർ, വൈന്റെ ചോട്ടിൽ എ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു. അതായത് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും പ്ലസ് ഉണ്ടോ, എ സ്ക്വയറും ബി സ്ക്വയറും നോക്കിയാൽ മതി. എ സ്ക്വയർ ആണ് വലുത് എങ്കിൽ, അല്ല എ സ്ക്വയർ ആണ് എപ്പോഴും വലുതില്ല. എ സ്ക്വയർ ആരുടെ താഴെ വരുന്നത്? എ സ്ക്വയർ വൈയുടെ താഴെ ആണെങ്കിൽ അത് വൈ ആക്സിസ് ആണ് അവിടെ മേജർ ആക്സ് ആയിട്ട്. ഇവിടെ എ ആണ് വലുത്, എ സ്ക്വയർ എപ്പോഴും വലുത്, ബിനേക്കാൾ വലുതാണല്ലേ. അപ്പൊ എ സ്ക്വയർ വലുതാണ്. എ സ്ക്വയർ ആരുടെ മുകൾക്ക്, ആരുടെ താഴെ വരുന്നത് ഇതിന്റെ എക്സിന്റെ താഴെയല്ലേ. അപ്പൊ എക്സ് ആക്സ് ആണ് മേജർ ആക്സ്. അപ്പൊ ഈ ഫിഗർ കൊടുക്കുക, ഈ ഫിഗർ കൊടുക്കുക, രണ്ട് ഫിഗറും കൊടുക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എക്സെൻട്രിസിറ്റി, ഒരു എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി. The eccentricity of an ellipse is the ratio of the distances from the center to one of the foci and to one of the vertices. Eccentricity denoted by E എന്ന് പറഞ്ഞാൽ അത് റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ? സെൻട്രലിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരം, അത് സി.
സെന്ററിൽ ഏതെങ്കിലും വെർട്ടെക്സുകൾ ദൂരം അതെ ഇവ തമ്മിലെ റേഷ്യോ. സെന്ററിൽ ഫോക്കസുകളുടെ ദൂരം നമ്മൾ സി എന്ന് പറയാം, സെന്ററിൽ വെർട്ടെക്സുകളുടെ ദൂരം എ എന്ന് പറയാം. സിയും എയും തമ്മിലുള്ള റേഷ്യോ ആണ് ഇ ഈക്വൽ ടു സി ബൈ എ. അതാണ് ഇക്വേഷൻ. ഇ ഈക്വൽ ടു സി ബൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്നിട്ട് ക്രോസ് ചെയ്താൽ ഇ എ, സി ഈക്വൽ ടു ഇ എന്ന് കിട്ടും. ഇവിടുന്ന് വേണം എ കാണാം. എങ്ങനെ എ കാണാം? ഇങ്ങോട്ട് കൊണ്ട് മാറ്റിയാൽ മതി. സി ബൈ ഇ. ഇതൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ഇതാ സി ഇ ഈക്വൽ ടു സി ബൈ ആണ് എക്സെൻട്രിസിറ്റി കാണുന്ന ഇക്വേഷൻ. ഓക്കെ ഓക്കെ. കുറച്ച് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോസൈ, വെർട്ടീസസ്, length of minor axis, length of major axis, length of latus rectum and the eccentricity of the following ellipse. കുറച്ച് എലിപ്സിന്റെ ഇക്വേഷൻ തരാം. ഒരു എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അത് എക്സ് ആക്സ് ആണ്, വൈ ആക്സ് ആണ്, മേജർ ആക്സ് ഒക്കെ നോക്കി അതിനനുസരിച്ച് എയും ബി ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന്റെ ഫോക്കസും വെർട്ടെക്സും ലെങ്ത് ഓഫ് ലൈൻ എല്ലാം കാണാൻ പോട്ടോ. ഇതാണ് ഇക്വേഷൻ. എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു. ഇതൊരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. അതിന്റെ ഫിഗർ നോക്കി മനസ്സിലാക്കിയിട്ട് അതിന്റെ കോർഡിനേറ്റ്സും ലെങ്ത്തുകളൊക്കെ കാണാം. ഇവിടെ 36 ഉണ്ട്, 16 ഉണ്ട് അല്ലെ. എ സ്ക്വയറും ബി സ്ക്വയർ ആണ് വരിക. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇതിൽ വലുത് ഏതാണോ അതാണ് എ സ്ക്വയർ അല്ലെ. എ ആണ് വലുത്, ബി സി എ ബി യേക്കാൾ വലുതാണ്, എ സിനേക്കാൾ വലുതാണ്. ഇതിൽ ഏതാ വലുത്? എ. അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്, ബി സ്ക്വയറോ 16 ആണ്. എ സ്ക്വയർ ആണ് വലുത് എന്ന് പറഞ്ഞാൽ എ ആണ് വലുത്. ഹിയർ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. നമുക്കറിയാം എ സ്ക്വയറിലെ വലുത് എ സ്ക്വയർ ആയിരിക്കും എപ്പോഴും വലുത്, എ ആണ് വല്ല വലുത്. അപ്പൊ വലുതിനെ നമ്മൾ എ എടുക്കും. എ സ്ക്വയർ വരുന്ന 36, ഈ 36 ഏതിന്റെ താഴെയാണ്? 36 അതിലേതാ വലുത് വരുന്ന 36. ഇത് ആരുടെ താഴെയാണ്? എക്സ് സ്ക്വയറിന്റെ താഴെ. എക്സ് സ്ക്വയറിന്റെ താഴെയാണ് വലുത് എങ്കിൽ നമ്മളെ എലിപ്സ് എക്സ് ആക്സ് ആയിരിക്കും നമ്മളെ മേജർ ആക്സ് വരിക. എന്ന് പറഞ്ഞാൽ നമ്മളെ എലിപ്സിന്റെ ഫിഗർ ഇങ്ങനെയാണ് വരിക. ഇതാണ് എലിപ്സ്. ഇങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ. ഫോക്കസ് തരാം. ഫോക്കസിന്റെ കോർഡിനേറ്റ് പ്ലസ് ഓർ മൈനസ് C0 അല്ലെ. അതിന്റെ സി കാണണം. ഇത് എ സ്ക്വയർ ആണെങ്കിൽ എന്റെ വാല്യൂ എത്ര? +6 കൊടുത്താൽ മതി അല്ലെ. ബിന്റെ വാല്യൂ ഇതിന്റെ റൂട്ട് എടുത്താൽ പോരെ. എ സ്ക്വയർ 36 ആവുമ്പോൾ എ 6 4. എയും ബിയും കിട്ടിയ എങ്ങനെ സി കാണാം? നമുക്കറിയാം എ സ്ക്വയർ എങ്ങനെ കിട്ടുക? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ വാല്യൂ എടുത്തോക്കാം. 6 സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇത് 36 ആണ്. ആ 16 കിട്ടുമ്പോ സി സ്ക്വയർ. ഇത് കുറച്ച് 20 കിട്ടും. സി സ്ക്വയർ 20 ആണെങ്കിൽ സി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 20 വരും. ഈ റൂട്ട് 20 നമുക്ക് എന്ത് ചെയ്യാം? 4 × 5 ചെയ്താ ആ 4 പുറത്തേക്ക് വരുമ്പോ റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോ എന്താവും? 2 ആകും. പിന്നെ റൂട്ട് 5. ഇതാണ് സി. സി ഈക്വൽ ടു കിട്ടി 2 √ 5. ഇനി നമുക്ക് ഫോക്കസ് പറയുന്നതായിട്ട് പ്ലസ് ഓർ മൈനസ് C0 ആണോ 0 പ്ലസ് ഓർ മൈനസ് സി ആണോ? ഇങ്ങനെ വരുമ്പോ y കോർഡിനേറ്റിന്റെ 0 ഇല്ല. അപ്പൊ അതിന്റെ ഫോക്കസ് പറഞ്ഞ പ്ലസ് ഓർ മൈനസ് സി എത്ര? 2 √ 5, 0 ആണ് ഫോക്കസ് കേട്ടോ. വെർട്ടെക്സോ അതേമാതിരി തന്നെ പ്ലസ് ഓർ മൈനസ് A0 അല്ലേ. പ്ലസ് ഓർ മൈനസ് എ എത്ര? 60 പറഞ്ഞാൽ പ്ലസ് 60 മൈനസ് 60. 2 √ 5 0 മൈനസ് 2 √ 5 0. അതാണ് ഫോക്കസ്. ഫോക്കസിന്റെ കോർഡിനേറ്റ് വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താ? 2a. 2 × a യുടെ വാല്യൂ 2 × 6 12. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് അത് 2b ആണ്. 2 × b ന്റെ വാല്യൂ 2 × 4 8. ഫോക്കസ് ആയി വെർട്ടെക്സ് ആയി. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. ഇതാണ് ദിവസം എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 100 ഈക്വൽ ടു. ഫോക്കസിന്റെ കോർഡിനേറ്റ്, വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, എക്സെൻട്രിസിറ്റി കാണാം. ഏതാ വലുത്? ഇതല്ലേ വലുത്. അപ്പൊ ഇതാണ് എ സ്ക്വയർ. ഈ ഡിനോമിനേറ്റർ ആണ് വലുത് എന്ന് പറഞ്ഞാൽ വൈയുടെ താഴെ. ഹിയർ ദ ഡിനോമിനേറ്റർ ഓഫ് വൈ സ്ക്വയർ. വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ അല്ലേ വലുത് അല്ലെ. therefore y ആക്സിസ് ആയിരിക്കും നമ്മുടെ മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എലിപ്സ് ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ എലിപ്സ്. അപ്പൊ അവിടെ വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഫോക്കസ്, ഇവിടെ ഫോക്കസ്, ഇവിടെ വെർട്ടെക്സ്, ഇവിടെ വെർട്ടെക്സ് അല്ലെ. ഹിയർ എ സ്ക്വയർ ഈക്വൽ ടു 100 ആണ്. അപ്പൊ എ നമുക്ക് കിട്ടും 10. ബി സ്ക്വയർ 25 ആണ്. അപ്പൊ ബി ഈക്വൽ ടു 5 കിട്ടും. എയും ബിയും കിട്ടിയാൽ എങ്ങനെ സി കാണാം? എങ്ങനെ സി സ്ക്വയർ ആണ്? എ സ്ക്വയറിന് ബി സ്ക്വയർ കുറക്കണം അല്ലെ. ബി സ്ക്വയറും സി സ്ക്വയറും കൂട്ടിയാലാണ് എ സ്ക്വയർ കിട്ടുക. അപ്പൊ എ സ്ക്വയറിന് ബി സ്ക്വയർ കുറച്ചാൽ മതി. എ സ്ക്വയർ 100 ബി സ്ക്വയർ എത്ര കൊടുക്കുക? 25 കൊടുക്കുക. 75 കിട്ടും. സി സ്ക്വയർ 75 ആണെങ്കിൽ സി ഈക്വൽ ടു എങ്ങനെയാണ്? റൂട്ട് 75. റൂട്ട് ഓഫ് 3 × 25 75. 25 പുറത്തേക്ക് വരുമ്പോ എന്താവും? 5.
5 റൂട്ട് 3 ആണ് സി വരിക. ഓക്കെ, എയും ബിയും സിയും. ഇനി ഫോക്കസിന്റെ എന്താ പറയാ, ഇവിടെ ഫോക്കസ് ഇവിടെ വരിക. അപ്പോ 0 പ്ലസ് ഓർ മൈനസ് സി എന്ന് വരാം. എന്ന് പറഞ്ഞാല് 0 പ്ലസ് ഓർ മൈനസ് സി എത്ര 5 റൂട്ട് 3. വെർട്ടെക്സ് ഇതേമാതിരി 0 പ്ലസ് ഓർ മൈനസ് എ അല്ലേ, അതായത് 0 പ്ലസ് ഓർ മൈനസ് 10 പ്ലസ് 0 10 പ്ലസ് 0 10 മൈനസ് 0 പ്ലസ് റൂട്ട് 0 റൂട്ട് 5 റൂട്ട് 3 മൈനസ് 0 മൈനസ് 5 റൂട്ട് 3 ആണ്. ഫോക്കസിന്റെ വെർട്ടെക്സ് കൊണ്ടിട്ടായി അല്ലേ. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിന്റെ ലെങ്ത് 2a 2 ഇൻറ്റു എന്റെ വാല്യൂ 20. മേജർ ആക്സ് ആണെങ്കിലോ സോറി മൈനർ ആക്സ് ആണെങ്കിൽ ഇത് മേജർ ആക്സ് 20, മൈനർ ആക്സ് ഈ ലെങ്ത് 20 ആണെന്ന് അർത്ഥം. ഈ ലെങ്ത് 2b ആണ്. 2 ഇൻറ്റു 5 10. ഓക്കെ, ഇനി എക്സെൻട്രിസിറ്റി ഉണ്ട്, ലെങ്ത് ഓഫ് ലാറ്റസിറ്റി അല്ലേ. LLR 2b² ബൈ അല്ലേ, 2 ഇൻറ്റു b². 2 ഇൻറ്റു b² പകരം 25 ബൈ എ അറിയുമ്പോ 10. രണ്ടും കട്ട് ചെയ്യാം 5 കൊണ്ട്. അപ്പൊ അവിടെ 5 ഉം ഇവിടെ 2 ഉം. രണ്ടും കട്ട് ചെയ്യാം, ലാസ്റ്റ് എന്ത് കിട്ടും 5 കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ LLR കിട്ടും. ഈ എക്സെൻട്രിസിറ്റി E ഈക്വൽ ടു സി ബൈ എ. സി എത്ര 5 റൂട്ട് 3 ബൈ എ എത്ര 10. കട്ട് ചെയ്താൽ മതി, അപ്പൊ 2 വരും അല്ലെ. ഇവിടെ 2 വരും, റൂട്ട് 3 ബൈ 2. ഓക്കെ, നെക്സ്റ്റ് വൺ 36x² പ്ലസ് 4y² ഈക്വൽ ടു 145. എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. ഇവിടുന്ന് നേരത്തെ കണ്ട മാതിരി കോർഡിനേറ്റ്സ് കാണാം, ലെങ്ത്തുകളൊക്കെ കാണാം. പക്ഷെ അങ്ങനെ കാണുമെങ്കിൽ ഇതിലെ എലിപ്സിന്റെ ഇക്വേഷന്റെ ഷേപ്പ് x² ബൈ ഒരു നമ്പർ പ്ലസ് y² ബൈ ഒരു നമ്പർ ഈക്വൽ ടു 1 വരണം. ഈക്വൽ ടു 1 വരണം. ഇവിടെ ഈക്വൽ ടു 144 ആണ്. ഇതിനെ ഈക്വൽ ടു 1 ആക്കണം ആദ്യം. അപ്പോൾ നമുക്ക് എന്താവുള്ളൂ, ബാക്കി സെറ്റ് ആവുള്ളൂ. ഇത് ഈക്വൽ ടു 1 ആണ് എന്ത് ചെയ്യണം, എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 144 കൊണ്ട് ചെയ്യണ്ടേ. ഒരു നമ്പറിന് ആ നമ്പർ കൊണ്ട് തന്നെ ചെയ്യണ്ടേ, അപ്പോഴല്ലേ 1 ആവുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇതിനെ മൊത്തം 144 ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ ദ നമ്പർ 144. എല്ലാവരും 144 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെയും കട്ട് ചെയ്യണം, ഇവിടെയും കട്ട് ചെയ്യണം, അവിടെയും കട്ട് ചെയ്യണം. എന്തിനാണ്, ഈക്വൽ ടു 1 ആയിട്ട് സ്റ്റാൻഡേർഡ് ഫോം കൊണ്ടുവരണം. ഇപ്പൊ ഇവിടെ എന്തായി, അത് 1 ആയി. ഇത് തമ്മിൽ കട്ട് ചെയ്യും. ഇതാ നോക്കുന്നു, 3 കൊണ്ട് കട്ട് ചെയ്യാം. ഇതിൽ എത്ര 3 1, ഇതിലോ 2. ഇതിൽ എത്ര 3 14, എത്ര 3 4, 12 ആയില്ലേ. 12, ബാക്കി രണ്ടില്ലേ. അവിടെ കൊടുത്ത 24 എത്ര 3 8, 24 കറക്റ്റാ. ഇനി 12, ഇതിൽ എത്ര 12 1, ഇതിലോ 4 12. അപ്പൊ ഇതിവിടെ ബാക്കി എത്ര വരും, x² വരും, താഴെ 4 വരും കേട്ടോ. y² 144. ഇതിന്റെ പകുതി 2, ഇതിന്റെ പകുതിയോ 72. വീണ്ടും ഇതിന്റെ പകുതി 1, ഇതിന്റെ പകുതി 36. അപ്പൊ അവിടെ കഴിഞ്ഞു. അപ്പൊ y² മാത്രം മുകളിൽ, താഴെ 36 ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്ക് സാധാരണ ഇത് വരച്ച് എന്താ, ഹിയർ ദ ഡിനോമിനേറ്റർ ഓഫ് y² ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡിനോമിനേറ്റർ ഓഫ് x². അല്ലെ, ഇതല്ലേ വലുത്. ഇതിന്റെ ചോട്ട്, ഇത് ഏതിന്റെ ചോട്ടിലാ, വൈയുടെ ചോട്ടിലാണ് അല്ലെ. വൈയുടെ ചോട്ടിൽ വലിയ നമ്പർ, വൈയുടെ ചോട്ടിൽ a² വന്നിട്ട്, ഇതാണ് a². a² നമുക്ക് കിട്ടിക്കണേ 36, b² കിട്ടിക്കണ നമുക്ക് എത്ര 4. അപ്പൊ a ഈക്വൽ ടു 6 കിട്ടും, b ഈക്വൽ ടു 2 കിട്ടും. ഇതാണ് a b. ഇനി c കാണാം. എങ്ങനെ c കാണാം, c² ഇട്ടെങ്കിൽ a² g² കുറക്കാം. a² എത്ര 36, അതിന് b² 4 കൊടുക്കാം, 32 കിട്ടും. c² 32 ആണ്. c ഈക്വൽ ടു റൂട്ട് 32. 2 ഇൻറ്റു 16, 2 16 ആക്കാം അല്ലെ. ഈ 16 പുറത്തേക്ക് വരുമ്പോ 4 ആവും, പിന്നെ 2 ഉള്ളിൽ. അപ്പൊ 4 റൂട്ട് 2. ഇതാണ് എയും ബിയും സിയും. y² താഴെയാണ് വലുത്. സോ y ആക്സിസ് ആണ് ഇത് മേജർ ആക്സിസ് ആയിട്ട് വരിക. നമ്മളെ എലിപ്സ് മുകളിലേക്കാണ് അല്ലെ. അങ്ങനെയാണ് എങ്കിൽ നമ്മളെ ഫോക്കസ് എങ്ങനെ വരിക, 0 പ്ലസ് ഓർ മൈനസ് സി അല്ലേ. അപ്പൊ 0 പ്ലസ് ഓർ മൈനസ് സി എത്ര 4 റൂട്ട് 2. ഇതാണ് ഫോക്കസ്. വെർട്ടെക്സ് അതേമാതിരി 0 പ്ലസ് ഓർ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് 6. ഇത് വെർട്ടെക്സ് കിട്ടും. ഓക്കെ, മേജർ ആക്സിന്റെ ലെങ്ത് 2a, 2 ഇൻറ്റു a 12 കിട്ടും. മൈനർ ആക്സ് ആണ് 2b അല്ലേ, 2 ഇൻറ്റു 2 4 കിട്ടും. ഇതാ മേജർ ആക്സും മൈനർ ആക്സും. ഇനി LLR ഉണ്ട്, എക്സെൻട്രിസിറ്റി. E ഈക്വൽ ടു എങ്ങനെയാണ്, E ഈക്വൽ ടു സി ബൈ അല്ലേ. സിയുടെ വാല്യൂ 4 റൂട്ട് 2 ബൈ എയുടെ വാല്യൂ 6. 4 റൂട്ട് 2 ബൈ 6, പകുതി പകുതി എടുക്കുക, 2 3. 2 റൂട്ട് 2 ബൈ 3 വരും. ലാറ്റസ് ലെങ്ത് ഓഫ് ലാറ്റസ് വെക്ടർ 2b² ബൈ a. 2 ഇൻറ്റു b² വാല്യൂ എത്ര 2b² ബൈ a ന്റെ വാല്യൂ 6. കട്ട് ചെയ്യാം 3, ലാസ്റ്റ് 4 ബൈ 3. ഓക്കെ,
എക്സെൻട്രിസിറ്റി ഈക്വൽ ടു സി ബൈ എ. സിയുടെ വാല്യൂ 4√2 ബൈ എയുടെ വാല്യൂ 6. കട്ട് ചെയ്യാം. അപ്പൊ ഇത് 2 ഇത് 3 അല്ലെ. 2√2 മുകളിൽ താഴെ 3. ഇതാണ് എക്സെൻട്രിസിറ്റി. ഓക്കെ, ഇതുവരെ നമ്മൾ എലിപ്സിന്റെ ഇക്വേഷൻ വന്നിട്ട് കോർഡിനേറ്റ്സുകളും ലെങ്തുകളും കണ്ടു അല്ലെ. ഇനി നേരെ തിരിച്ചാണ്. വെർട്ടെക്സ് തന്നിരിക്കുന്നു, വെർട്ടീസസ് അല്ലെ, കോർഡിനേറ്റ്സ്. വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് +or-50. ഫോക്കസ് തന്നിട്ടുണ്ട്, ഏതാ കോർഡിനേറ്റ്സ് +or-40. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. വെർട്ടെക്സ് വന്നിട്ടുണ്ട്, ഫോക്കസുകൾ വന്നിട്ടുണ്ട്, എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, നമ്പറിന് ശേഷമാണ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലാണ് ഫോക്കസും വെർട്ടെക്സും തന്നെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് നമ്മളെ ഫിഗർ അല്ലെ. ഇതാണ് ഫിഗർ എങ്കിൽ ഒരു ഡൗട്ടും ഇല്ല. എന്താ ഇക്വേഷന്? x² ബൈ അതിൽ വലുത് a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1. ഇനി എയും ബിയും കിട്ടും. വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് നിൽക്കുന്നത് +or-50. ഇത് അല്ലേ +or-a0 ആയിട്ട് കമ്പയർ ചെയ്തൊക്കെ. അപ്പൊ a ഈക്വൽ ടു 5, ബി c ഈക്വൽ ടു 4 അല്ലെ. ഇനി എങ്ങനെ b കാണാം? b² എങ്ങനെ കിട്ടാം? a²ഉം b²ഉം c² കൂട്ടിയാണ് a² കിട്ടും അല്ലെ. സോ b² ഈസ് ഒബ്റ്റൈൻഡ് ബൈ സബ്ട്രാക്ട് c² ഫ്രം a² അല്ലെ. ഇത് ഇങ്ങോട്ട് നോക്കാം. അപ്പൊ a² ഈക്വൽ ടു b² പ്ലസ് c². a² ന്ന് c² ഓർക്കാം. a² എത്ര? 5². c² ഓർക്കാം, 4² ഓർക്കാം. 25 16 കുറക്കാം 9. b² 9 ആണ്. അപ്പൊ b ഈക്വൽ ടു എന്ത് കിട്ടും? b നമുക്ക് √3 കിട്ടും. b കിട്ടും. എയും ബിയും കിട്ടിയതാ. ഇക്വേഷൻ ഓഫ് എലിപ്സ് ബിക്കംസ് എന്താ? x² ബൈ a² എത്ര? 5² പ്ലസ് y² ബൈ b യുടെ സ്ക്വയർ 3² ഈക്വൽ ടു എന്ന് പറഞ്ഞാല് x² ബൈ 25 പ്ലസ് y² ബൈ 9 ഈക്വൽ ടു 1. ഇതാണ് ആ എലിപ്സിന്റെ ഇക്വേഷൻ. ഇനി ഇക്വേഷൻ വെച്ചിട്ട് കോർഡിനേറ്റ്സ് കണ്ടാക്കാൻ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യടാ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ദ എൻഡ്സ് ഓഫ് മേജർ ആക്സിസ് 0, ±√5. എൻഡ്സ് ഓഫ് മൈനർ ആക്സിസ് ±10. ഇങ്ങനെയുള്ള എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. മേജർ ആക്സ് മൈനർ ആക്സും. മേജർ ആക്സ് 0 ±റൂട്ടിൽ അവസാനിക്കുന്ന 0 പ്ലസ് √5ഉം 0 പ്ലസ് √5 0 മൈനസ് √5. അതെവിടെ വരിക? മുകളിലൊന്നും ആയില്ലേ. അപ്പൊ അതാണ് മേജർ ആക്സ് അല്ലെ. അതിന് എൻ പോയിന്റിൽ നിന്ന്. അപ്പൊ നമ്മളെ ഫിഗർ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. അങ്ങനെ ഫിഗർ ആണെങ്കിൽ ശരിക്കും മേജർ ആക്സ് എവിടെ അവസാനിക്കുക? ഇവിടെ അല്ലേ. അപ്പൊ 0 പ്ലസ് a 0 മൈനസ് a അതാണ് a ആണ് നിൽക്കുന്നത് അല്ലെ. ഇതല്ലേ മേജർ ആക്സിന് എൻ പോയിന്റ് ±a0 അല്ലെങ്കിൽ 0 ±a വരും. അപ്പോ ഇതാണ് തന്നിരിക്കുന്നത്. ഇവിടെയുള്ളത് a ആണ് തന്നിരിക്കുന്നത്. given that a equal to √5. ഇതാ മൈനർ ആക്സിന് എൻ പോയിന്റ് അറിയുമ്പോൾ ഒന്ന് x ആക്സിലോ മറ്റേ y ആക്സിലോ വരില്ല. ഇതാ എൻ പോയിന്റ് +10ലും -10. ഇതാണ് മൈനർ ആക്സിന് എൻ പോയിന്റുകൾ. അതായത് തന്നിരിക്കുന്ന ഏതാ? മൈനർ ആക്സ് തന്നിരിക്കുന്നത് b ആണ് അല്ലെ. സോ b ഈക്വൽ ടു 1 ആണ്. എയും ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് കണ്ട എന്താ? നമ്മൾ കണ്ടുപിടിച്ച എലിപ്സിന്റെ ഇക്വേഷൻ ആണ് x² ബൈ അല്ലെ y² ബൈ അല്ലെ. ഇവിടെ ആരുടെ ചോട്ടിലെ വലുത് കൊടുക്കാം? y ആക്സിസ് ആണ് മേജർ ആക്സിസ്. അപ്പൊ വൈയുടെ ചോട്ടിൽ വലുത്. വൈയുടെ ചോട്ടിലാണ് a². a വലുത് a² വലുത്. അപ്പൊ ഇവിടെ b². ബിക്കംസ് x² ബൈ b² എന്ന 1². y² ബൈ a² √5ന്റെ സ്ക്വയർ ഈക്വൽ ടു 1. സെറ്റ് ആക്കുമ്പോൾ x² ബൈ 1² 1. ഇത് y² ബൈ √5ന്റെ സ്ക്വയർ 5 അല്ലേ ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് വിത്ത് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ് +or-50 and the length of major axis is 26. മേജർ ആക്സിന്റെ ലെങ്ത് 26 നിൽക്കുന്നത്. ഫോക്കസ് +or-50. ഫോക്കസ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇതെവിടെ? കോർഡിനേറ്റ് എക്സ്പോണന്റ് എക്സ് വൈ ആക്സിലാ? എക്സ് ആക്സിലാണ് അല്ലെ. എക്സ് ആക്സിൽ ഫോക്കസ് അറിയുമ്പോൾ തന്നെ ഓർക്കുന്നതാണ് ഫിഗർ. അപ്പൊ ഇത് സി ആണ്. സി കിട്ടിയിരിക്കും 5. ഇത് കാണുമ്പോൾ തന്നെ ഇക്വേഷൻ കൊടുക്കാം. x² ചോട്ടിലാണ് വലുത്. a വരുന്ന x² ഉള്ളിലല്ലേ. y² ബൈ b² ഈക്വൽ ടു 1. ഓക്കെ, സി കിട്ടിയിരുന്നു. മേജർ ആക്സിന്റെ ലെങ്ത് അത് മൊത്തം ലെങ്ത് ആണ് പറയുന്നത്. ഇത് എത്ര മൊത്തം ലെങ്ത്? സെന്ററിന് അങ്ങോട്ടും ഇങ്ങോട്ടും a പ്ലസ് a 2a ആണല്ലോ അല്ലെ. given that 2a equal to 26. therefore a equal to 26 ന്റെ പകുതി 13. എയും കിട്ടി സിയും കിട്ടി. അങ്ങനെ ബി കാണാം. b² എങ്ങനെ കിട്ടാ? b² is obtained by subtract c² from a² അല്ലെ. a² കുറച്ചാ a² എന്ന 13ന്റെ സ്ക്വയർ, c² 5ന്റെ സ്ക്വയർ. 169 25 കുറക്കാം 144 കിട്ടും. b² 144 ആണ്. b എത്ര കിട്ടും? അതിന്റെ റൂട്ട്
140 റൂട്ട് ബി കിട്ടി, എ ബി സി കിട്ടി. സോ ഇക്വേഷൻ ബിക്കംസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, എ സ്ക്വയർ 13ന്റെ സ്ക്വയർ, വൈ സ്ക്വയർ ബൈ ബി യുടെ സ്ക്വയർ 12ന്റെ സ്ക്വയർ ഈക്വൽ ടു 1. എന്നാൽ എക്സ് സ്ക്വയർ ബൈ 169 പ്ലസ് വൈ സ്ക്വയർ ബൈ 144 ഈക്വൽ ടു 1. ഇതാണ് എലിപ്സിന്റെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഇൻ വിച്ച് the coordinates of foci plus or minus 30 and the length of semi-major axis is 4. ഫോക്കസ് ഇവിടെയാണ്. അപ്പൊ തന്നെ എലിപ്സ് എവിടെയാണ്? ഫോക്കസ് എക്സ് ആക്സിലാണ്, ഇങ്ങനെയാണ് അല്ലേ. മേജർ ആക്സിസിന്റെ ലെങ്ത് ആണ് ഇവിടുന്ന് ഇവിടെ വരെയാണ്. സെമി മേജർ 2a ആണ് മേജർ ആക്സിസ് ലെങ്ത്, a ആണ് അതിന്റെ പകുതി സെമി, 2b അല്ലേ മൈനർ ആക്സിന്റെ മൊത്തം ലെങ്ത്. അപ്പൊ അതിന്റെ പകുതി സെമി മൈനർ ആക്സിസ് b വരും. ഇത് സെമി മേജർ, മേജറിന്റെ പകുതി. അപ്പൊ ഇത് എ ആണ്. ഗിവൺ ദാറ്റ് എ ഈക്വൽ ടു 4. ഇത് പിന്നെ സി ആണ്, നമുക്ക് അറിയില്ലേ 3. ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ഏതാ വരിക? അങ്ങനെ ഫിഗർ ചെയ്യുമ്പോ എക്സ് സ്ക്വയർ ബൈ എന്റെ ഭാഗത്തേക്ക് വലുത് എ സ്ക്വയർ, എക്സിന്റെ ഭാഗത്തല്ലേ വലുത്, വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എയും സിയും കിട്ടിയാൽ എങ്ങനെ ബി കാണാം? ബി എങ്ങനെ കാണാം? എ സ്ക്വയറിന് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ അല്ലേ. സി സ്ക്വയർ 3 സ്ക്വയർ, 4 സ്ക്വയർ 16 മൈനസ് 9 അല്ലേ. 16 മൈനസ് 9 7. ബി സ്ക്വയർ 7 ആണെങ്കിൽ ബി ഈക്വൽ ടു റൂട്ട് 7 വരും. അപ്പൊ അവിടെ കൊടുത്തോക്കാം. നമ്മൾ ഇക്വേഷൻ എന്താവും? എക്സ് സ്ക്വയർ ബൈ എയുടെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ 16, വൈ സ്ക്വയർ ബൈ റൂട്ട് 7ന്റെ സ്ക്വയർ വെറും 7 ഈക്വൽ ടു 1. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ തിരിച്ചു. ഓക്കെ.